പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആസ്താം താവദിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ. ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാ ക്ഷമഃ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയത്തെ. തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ. തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേത് നരഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. 13ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ തത്വപ്രവചന പരമ്പരയുടെ 1ാം ദിനമാണെന്ന്. സത്രസമിതിയുടെ അഭ്യർത്ഥന പ്രകാരം സംപൂജ്യ സ്വാമി ശിവസ്വരൂപാനന്ദജി മഹാരാജാണ് ഭാഗവത അവതരണം, ഭാഗവത മാഹാത്മ്യം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സദസ്സിനോട് സംസാരിക്കാം എന്നറിയിച്ചിരുന്നത്. എന്നാൽ ആരോഗ്യപരമായ ചില കാരണങ്ങളും യാത്രയുടെ ബുദ്ധിമുട്ടും പരിഗണിച്ച് അദ്ദേഹം അറിയിച്ചതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പുനഃക്രമീകരണം അനിവാര്യമായി വന്നത്. എനിക്ക് അനുവദിച്ചിട്ടുള്ള വിഷയവും സമയവും ഇന്നത്തെ അവസാനത്തെ തത്വപ്രവചനമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു ചേർന്നപ്പോൾ ഭാഗവത അവതരണവും ഭാഗവത മാഹാത്മ്യവും നിർവഹിക്കുക എന്ന ഒരു ചുമതല നിറവേറ്റാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളും 18,000 ശ്ലോകങ്ങളുമുള്ള ഒരു പാരമഹംസ സംഹിതയാണ്. പണ്ഡിത സമൂഹവും ഭക്തജനങ്ങളും വളരെയധികം പ്രായോഗികതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉത്കൃഷ്ട ശാസ്ത്രം അല്ലെങ്കിൽ സാഹിത്യമാണ് ഭാഗവതം. ഭാഗവതത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അല്ലെങ്കിൽ ഉൾത്തലങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സുശ്രദ്ധരായ ഒരു സദസ്സാണ് സത്രശാലയിൽ സമ്മേളിച്ചിരിക്കുന്നത്. അപ്പം അവരോട് ഭാഗവതത്തെ പരിചയപ്പെടുത്തുക, ആമുഖമായി ചിലത് അറിയിക്കുക എന്നതാണ് വിഷയത്തിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭാഗവതത്തിൻ്റെ 1ാമത്തെ സ്കന്ധം അല്ലെങ്കിൽ ഭാഗവതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഭാഗവത അവതരണ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും വർണ്ണനയുമാണ് പ്രധാനമായും മഹർഷി നിർവഹിച്ചിട്ടുള്ളത്. നൈമിഷാരണ്യത്തിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന അതിവിപുലമായ ഒരു വേദകർമ്മം സത്രം. ആ സത്രത്തിൽ പങ്കാളികളായവർക്ക് കാലക്രമേണ മനസ്സിന് നേരിട്ട ഒരു വൈമുഖ്യം അല്ലെങ്കിൽ വിരസത, അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് അവിചാരിതമായി കടന്നു വന്ന സൂത പൗരാണികനോട് ഈ ആവശ്യം തുറന്ന് ശൗനകാദി മഹർഷിമാർ അവതരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ചോദിക്കുന്നതാണ്
ഭാഗവതത്തിലെ ഒന്നാമത്തെ സന്ദർഭം നാം കാണുന്നത്. നിരന്തരമായ വൈദിക കർമ്മങ്ങളിൽ മാത്രം മുഴുകിയും അത് നിർവഹിക്കാൻ വേണ്ട ക്രമീകരണങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയും കഴിഞ്ഞപ്പോൾ കാലക്രമേണ ആ കർമ്മപദ്ധതിയോടും അത് നൽകുന്ന ഏറ്റവും മുന്തിയ സ്വർഗീയ സൗഭാഗ്യങ്ങളോടും മനുഷ്യ മനസ്സിനുണ്ടായ അല്ലെങ്കിൽ മനുഷ്യ ബുദ്ധിയിലുദിച്ച ചിന്തകൾക്കുണ്ടായ വിരക്തി, അതല്ലെങ്കിൽ വിരസതയാണ് ഇങ്ങനൊരു തത്വകഥനത്തിലേക്ക് സദസ്സിനെ നയിച്ചത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരെ നയിച്ചത്. വളരെയധികം കർമ്മങ്ങളിൽ പലതരത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രതീകമായി വേണമെങ്കിൽ ഈ സദസ്സിനെ നമുക്ക് കണക്കാക്കാം. അനേക ജന്മങ്ങളിൽ ആർജിച്ച കർമ്മസംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായി പ്രകൃതിയോട് മല്ലടിച്ചും വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രവേശിച്ചും അതിൽ നശ്വരങ്ങളായ സുഖങ്ങൾ അനുഭവിച്ചും കടന്നു പോകുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉൾത്തലം കൊതിക്കുന്ന, അതല്ലെങ്കിൽ ഉത്കടമായി ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ സദസ്സിൽ നിന്നും സൂതപൗരാണികന്റെ മുമ്പിൽ ഉയർന്നത്. അതിനൊരു മറുപടിയായി എല്ലാ ശാസ്ത്രങ്ങളിലും പൊതുവായി ചർച്ച ചെയ്യുന്ന അഥവാ പരാമർശിക്കുന്ന, എല്ലാ സംശയങ്ങളും ചെന്ന് അവസാനിക്കുന്ന, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി പൂർവാചാര്യന്മാർ എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, പ്രചരിപ്പിച്ചിട്ടുള്ള ആത്മസത്യത്തെയും ആത്മാനുഭൂതിയെയുമാണ് സൂതപൗരാണികൻ ഇവിടെ വാഗ്രൂപത്തിൽ സദസ്സിന് പങ്കുവയ്ക്കുന്നത്. അതിനൊരു പ്രമാണം എന്ന നിലയ്ക്ക്, ആധികാരികത എന്ന നിലയ്ക്ക് ഈ ഒരു ആശയത്തെ അല്ലെങ്കിൽ തത്വത്തെ വ്യാഖ്യാനിക്കുന്നതിന് അഥവാ വെളിപ്പെടുത്തുന്നതിന് ഒരു പൂർവ്വ സംഭവത്തെ അഥവാ ചരിത്രത്തെ സൂതപൗരാണികൻ ഇതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഭാരത ചക്രവർത്തിയായ പരീക്ഷിത്ത് എല്ലാവർക്കും പ്രിയങ്കരനായി രാജ്യം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അപചാരിതമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടാക്കിയ പരിണാമങ്ങൾ, അതിൽ അദ്ദേഹം വിജയിച്ച യാഥാർത്ഥ്യം, ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് പ്രായോഗിക ജീവിതത്തിൽ നാം എപ്രകാരമാണ് ഈ പ്രപഞ്ച സത്യങ്ങളെയും ആത്മാനുഭവത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന മനോഹരമായ ഒരു പാഠമാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി മഹർഷി അവതരിപ്പിക്കുന്നത്. വേദസൂക്തങ്ങളും ഇതിഹാസ സന്ദർഭങ്ങളും നൽകുന്ന ധർമ്മവിവരണങ്ങളെക്കാൾ കൂടുതൽ പ്രായോഗികമായ ഒരു അവതരണ ശൈലിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ മഹർഷി സ്വീകരിച്ചിരിക്കുന്നത്. ഭാഗവത ധർമ്മങ്ങളെ നിരന്തരമായി അനുഷ്ഠിച്ചുകൊണ്ട് ചിത്തശുദ്ധി സമ്പാദിച്ച് പരമഗതി പ്രാപിക്കുന്നതിന് അല്ലെങ്കിൽ പരമാത്മ സാക്ഷാത്കാരം നേടുന്നതിന് നാം എപ്രകാരമാണ് പരിശ്രമിക്കേണ്ടത്, ആ പരിശ്രമ കാലത്തുണ്ടാകുന്ന വിവിധങ്ങളായ പ്രയാസങ്ങളും നേട്ടങ്ങളും ഒക്കെ എന്തെന്ന് ഉദാഹരണസഹിതം വ്യക്തമാക്കുന്ന ഒരു പുരാണം ആണ് ശ്രീമദ് ഭാഗവതം. നമുക്കറിയാം, ഒരു സാധകനെ സംബന്ധിച്ച് ഗുരുപാസനയിൽ കൂടി അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഉപാസനാ സമ്പ്രദായങ്ങളിൽ കൂടി സഞ്ചരിച്ച് ശാസ്ത്രാഭ്യാസം വേണ്ട വിധത്തിൽ നടത്തി ലോകത്തെ വ്യവഹരിക്കുന്ന ആർക്കും കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളെ പുരാണത്തിൻ്റെ ഭാഷയിൽ അഥവാ അതിശയോക്തി കൂട്ടിക്കലർത്തി അതിഗംഭീരമായി മഹർഷി ചിത്രീകരിക്കുന്നത് ഭാഗവത തീർത്ഥയാത്രയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിലാദ്യത്തെ ഒരു സന്ദർഭം, എന്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിക്കാൻ പുറപ്പെട്ടത്? അമാനുഷ പ്രതിഭാശാലിയായ വ്യാസദേവൻ വേദങ്ങളെ 4 വിഭജിക്കുകയുണ്ടായി. അതിഗഹനമായ തത്വങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിസ്തരിച്ചുകൊണ്ട് ചില ഉപനിഷത്തുക്കൾക്ക് അദ്ദേഹം ജന്മം നൽകി. 1,24,000 ശ്ലോകങ്ങളിൽ കൂടി ധർമ്മത്തിൻ്റെ അനന്യതയും അതിസൂക്ഷ്മതയും അതിൻ്റെ പ്രായോഗികതയും അദ്ദേഹം മനോഹരമായി എണ്ണമറ്റ തലമുറകളിൽ കൂടി, തലമുറകളുടെ ചരിത്രത്തിൽ കൂടി വിവരിക്കുകയുണ്ടായി. ഇതൊന്നും പോരാഞ്ഞ് എന്തിന് പുരാണ ഭാഷയിൽ ഇത്തരമൊരു സാഹിത്യം രചിക്കാൻ മഹർഷി പുറപ്പെട്ടു എന്നത് സൂതപൗരാണികന്റെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ട സുപ്രധാനമായ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യമായിരുന്നു. അപ്പം അവിടെയാണ് ലോകക്ഷേമ തത്പരരായി ജീവിക്കുന്ന സാധു മഹാത്മാക്കളുടെ മനോഗതം വെളിപ്പെടുന്നത്. തങ്ങളുടെ പ്രവൃത്തിയും ചിന്തകളും ജീവിതം തന്നെയും ലോകക്ഷേമത്തിനു വേണ്ടി സമർപ്പിച്ച മഹാത്മാക്കൾക്ക് കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ അവിചാരിതമായ ക്ലേശമുണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനയായി, തെളിവായി ഈ സന്ദർഭത്തെ നമുക്ക് കാണാം. അപ്പം എന്താണ് പ്രതിവിധി? എന്താണ്? അങ്ങനെ ഒരു മനക്ലേശം ഉണ്ടായി അല്ലെങ്കിൽ വിഷമം സംഭവിച്ചു, അതിൽ നിരാശപ്പെടുകയോ
അല്ലെങ്കിൽ അസ്വസ്ഥനായി കഴിയുകയോ അല്ല വേണ്ടത്. അതിന് പരിഹാരം കണ്ടെത്തണം. തൻ്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിലെ മനുഷ്യരാശിക്ക് മുഴുവൻ ശ്രേയോമാർഗം കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ഉത്കൃഷ്ടമായ ഒരു ജീവിത ശൈലിയും അതിനടിസ്ഥാനമായ പ്രമാണങ്ങളും അവരെ ബോധ്യപ്പെടുത്താൻ, അവരെ ആ ഒരു പന്ഥാവിലേക്ക് ആകർഷിക്കാൻ എന്ത് പ്രായോഗിക നടപടി അഥവാ മാർഗമാണ് ഇനി തനിക്ക് സ്വീകരിക്കാനുള്ളത്? വേദധർമ്മത്തിൽ കൂടി അതിശ്രേഷ്ഠമായ ജീവിതചര്യയും പ്രകൃതി സംരക്ഷണവും ഒക്കെ പഠിപ്പിച്ച തനിക്ക് ആ മാർഗത്തിൽ വിജയം കാണാൻ സാധിച്ചില്ലാത്തതിൻ്റെ പേരിലുണ്ടായ കുണ്ഠിതമാണല്ലോ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. തീവ്രവിരക്തന്മാർക്കോ സാധകന്മാർക്കോ തത്വജ്ഞാനികൾക്കോ മാത്രം ഗ്രഹിക്കാൻ പാകത്തിനാണ് ആ സാഹിത്യകൃതികളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങൾക്ക് അഥവാ സാധാരണക്കാർക്ക് എളുപ്പം ഗ്രഹിക്കാൻ പറ്റിയ രീതിയിൽ, അവർക്ക് സ്വീകാര്യമായ ശൈലിയിൽ, അവരുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആശകളെയും താല്പര്യങ്ങളെയും അവരുടെ സംശയങ്ങളെയും ഒക്കെ മാനിച്ചും പരിഗണിച്ചുകൊണ്ട് അവരുടേതായ നിലയിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് ഈ ശ്രേഷ്ഠ മാർഗത്തിലേക്ക് അവരെ സ്വാഗതം ചെയ്യാൻ സാധിക്കുക, അവരെ അതിൽ നയിക്കാൻ സാധിക്കുക? ഇങ്ങനെയുള്ള ഒരു ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബ്രഹ്മപുത്രനായ നാരദ മഹർഷി അവിടേക്ക് വരാനിടയായത്. ഇവർ രണ്ടും പരിചയക്കാരാണ്. നാരദ മഹർഷിയുടെ വരവറിഞ്ഞ് ആശ്രമത്തിന് പുറത്തു ചെന്ന് വിധിപ്രകാരം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ പർണശാലയിൽ യോഗ്യമായ സ്ഥാനത്ത് അദ്ദേഹത്തെ ഉപസ്ഥിതനാക്കി. പ്രാഥമിക സ്വീകരണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് പിന്നീട് ഭാഗവതത്തിൻ്റെ അടുത്ത ഘട്ടം ചിത്രീകരിക്കുന്നത്. മഹർഷിയുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട, വ്യാസദേവന്റെ മുഖത്ത് തെളിഞ്ഞു കണ്ട മ്ലാനതയുടെ കാരണം അന്വേഷിച്ച നാരദ മഹർഷിയോട് തൻ്റെ ഇത്രയും കാലത്തെ ജീവിതം, തൻ്റെ ഇത്രയും കാലത്തെ പരിശ്രമം, താൻ ആർജിച്ച എല്ലാവിധത്തുള്ള നേട്ടങ്ങളും ലോകക്ഷേമത്തിനു വേണ്ടി വിനിയോഗിച്ചിട്ടും അതിൽ ഫലം കാണാത്തത് കൊണ്ടുള്ള ഒരു ക്ലേശമാണ് മഹർഷി നാരദരെ എൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അതിന് പരിഹാരം അങ്ങ് നിർദ്ദേശിക്കണം. ഞാൻ വളരെയധികം ആലോചിച്ചിട്ടും ഇതിന് സ്വയമേവ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങ് വന്നത് വളരെ നന്നായി. മാത്രമല്ല, എന്നെക്കുറിച്ച് നന്നായി അറിയുന്ന, എൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അങ്ങയ്ക്ക് ഇതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം നൽകാൻ സാധിക്കും. അങ്ങയുടെ സാന്നിധ്യം തന്നെ അതിനുള്ള ഒരു സൂചനയാണ്. ഇത്തരത്തിലുള്ള ആമുഖ സംഭാഷണത്തിന് ശേഷമായിരിക്കാം എന്തുകൊണ്ട് സാധാരണ ജനങ്ങൾ ഈ ഒരു അധ്യാത്മ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നില്ല, അഥവാ തയ്യാറെടുത്താൽ തന്നെ അവർക്കതിൽ സ്ഥിരമായി സഞ്ചരിക്കാനോ വിജയിക്കാനോ സാധ്യമല്ല. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് അവരെ പറഞ്ഞു ധരിപ്പിക്കുകയും അതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ ഉദാഹരണ സഹിതം അവർക്ക് ഉപദേശിക്കുകയുമാണ് ഇത്തരത്തിൽ വേണ്ടത്. നേരത്തെ പറയുകയുണ്ടായി, ഉപനിഷത്ത് സന്ദേശങ്ങളോ വേദതത്വങ്ങളോ സുഗ്രഹമായി ശ്രദ്ധയോടെ സ്വാംശീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള പാകപ്പെടൽ അവരുടെ മനസ്സിലുണ്ടായിട്ടില്ല. എപ്പോഴും ഭൗതിക ജീവിതത്തിലും ഭൗതിക നേട്ടങ്ങളിലും മാത്രം ശ്രദ്ധ പതിപ്പിച്ച് കഴിയുന്ന അത്തരക്കാരെ സംബന്ധിച്ച് ഈ ഉന്നതങ്ങളായ ദർശനങ്ങളോ ചിന്താ പദ്ധതികളോ അവർക്ക് വളരെ പെട്ടെന്ന് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ സാധിച്ചു എന്ന് വരില്ല. അത്തരം ബഹുഭൂരിപക്ഷം ജനതയെ അതിൻ്റെ പേരിൽ അത് അംഗീകരിക്കുന്നില്ല എന്ന പേരിൽ തള്ളിക്കളയണത് ഒട്ടും ശരിയല്ല. അവർക്ക് കൂടി ശ്രേയോമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഒരു ജീവിതക്രമം അവതരിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടെ ഫലപ്രദമായ മാർഗം. അപ്പം അതിനെന്ത് വേണം? ഭാഗവത ധർമ്മങ്ങളെക്കുറിച്ച് അവരോട് വ്യക്തമായി സംസാരിക്കണം. ഇപ്പോൾ ഒരു തപോധനന് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന് സംസാരിക്കാൻ എന്താ ഉള്ളത്? തൻ്റെ സാഹിത്യ സൃഷ്ടി മാത്രമാണ്. എഴുതി പ്രചരിപ്പിക്കുന്നതിൽ കൂടെ അല്ലാതെ ഇതുപോലെ വിപുലമായ ഒരു സദസ്സ് സംഘടിപ്പിച്ച് അതിൽ കൂടി ഒരു അധ്യാത്മ വിദ്യാ പ്രചരണം നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അനവധി തലമുറകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നമ്മുടെ ഉത്കൃഷ്ടമായ ചിന്താഗതികളെയും ഉന്നതമായ ആശയങ്ങളെയും അതിസൂക്ഷ്മമായ തത്വചിന്താ പദ്ധതിയെയും സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിക്കും മനസ്സിനും ജീവിതത്തിനും ഇണങ്ങുന്ന മട്ടിൽ ഒരു സാഹിത്യ രചനയാണ് ഇത്തരണത്തിൽ ആവശ്യം. പുരാണങ്ങൾ ധാരാളമുണ്ട്, പ്രബലങ്ങളായ ഇതിഹാസങ്ങൾ രണ്ടെണ്ണമുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, വേദങ്ങൾ കണ്ടിട്ടുള്ളവർ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരുണ്ടാകും. ഉപനിഷത്തുകളെക്കുറിച്ച് അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ വിരലിലുണ്ടാവുന്നവരേ ഉണ്ടാകൂ. രാമായണവും മഹാഭാരതവും കണ്ട് വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ കുറേയേറെ കൈകളുണ്ടാകും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഹൈന്ദവ ഭവനങ്ങളിൽ സന്ധ്യാദീപം തെളിയിച്ച് രാമനാമമോ രാമായണമോ ഭാഗവതമോ ഒക്കെ
വായിക്കുന്ന പതിവ് സർവ്വസാധാരണമായിരുന്നു. കാലക്രമ പരിഷ്കാരമായി പല സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് വന്നു ചേർന്നു. അപ്പോഴേക്ക് നമ്മുടെ അധ്യാത്മ ചിന്തകളോ അനുഷ്ഠാനങ്ങളോ അന്യം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആരാധനാലയങ്ങൾ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ആവശ്യങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും താത്പര്യങ്ങളും സംരക്ഷിക്കാനും നിറവേറ്റാനും വേണ്ടി ഏതു തരത്തിലുള്ള വഴിപാടുകളും പൂജകളും സമർപ്പണങ്ങളും നടത്താനുള്ള ഒരു ആവേശം ഇന്ന് പഴയതിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യന്റെ ജീവിതം പൂർണ്ണ സംതൃപ്തമാണോ? അവന്റെ കുടുംബാന്തരീക്ഷം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലും മാനത്തിലും നിലവാരത്തിലും സന്തുഷ്ടിയോടുകൂടി നടക്കുന്നുണ്ടോ? അവരുടെ പിൻഗാമികൾക്ക് സന്തതി പരമ്പരകൾക്ക് അതിൻ്റെതായ ഗുണമോ ഐശ്വര്യമോ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും ഇല്ല എന്നായിരിക്കും മറുപടി പറയുക. അപ്പൊ ഇങ്ങനെയൊരു ദുർഗതി നമ്മുടെ സമാജത്തിനും നമ്മുടെ സംസ്കാരത്തിനും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശാസ്ത്രോക്തങ്ങളായ വിധികളെ വളരെയധികം സത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി അവതരിപ്പിക്കുന്ന അനവധി ശാസ്ത്രങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു പരിധിവരെ ആ ശാസ്ത്രാഭ്യാസവും ശാസ്ത്രാവബോധവും ഇല്ലായ്മയാണ് നമ്മുടെ സമാജത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധ മൂല്യച്യുതികളെയും അതുവഴി ഉണ്ടാകുന്ന അനാശാസ്യമായ നടപടിക്രമങ്ങളുടെയും കാരണം. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ലോകത്ത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ പ്രാപ്തരായ ഒരു ജീവി വിഭാഗം മനുഷ്യരാശി മാത്രമാണ്. അപ്പം ആ മാനവരാശിയുടെ ജീവിതം സുഗമവും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അനുയോജ്യവുമല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഭൂമുഖത്ത് പ്രപഞ്ചത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ധർമ്മത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ആദ്യത്തെ പടി. അപ്പം ആ ധർമ്മത്തെ അറിയണം, അതിനെ അനുസരിക്കാനും അത് സ്വീകരിക്കാനുമുള്ള ഒരു മനോഭാവം രൂപപ്പെടണം. അത് നിരന്തരമായി തുടരാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകണം. ഇത്തരത്തിൽ ഒരു ആവേശവും ഒരു ഉള്ളിൽ നിന്നൊരു നിർബന്ധവും നമുക്കുണ്ടാകാൻ നമുക്ക് മുൻപേ കടന്നുപോയ മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ, അതിൽ ഭരണാധികാരികളുണ്ടാകും, സാധാരണക്കാരുണ്ടാകും, കവികളുണ്ടാകും, സാധകന്മാരുണ്ടാകും, അതുപോലെ സൃഷ്ടിവൈഭവമുള്ള പലരുമുണ്ടാകും. അതുമാത്രമല്ല, ഭൂതലത്തിലെ മനുഷ്യർ മാത്രമല്ല, ദേവലോകത്ത് നടന്ന സംഭവ വികാസങ്ങൾ, വൈകുണ്ഠത്തിലെ സംഭവ പരമ്പരകൾ, ഇങ്ങനെ ഭൗമവും അഭൗമവുമായ ലോകത്തെ എല്ലാ വിഷയങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് അതിൽ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യത്തെ കൈവരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കാൻ അവസരം നൽകിക്കൊണ്ടുള്ളൊരു അവതരണമാണ് ശ്രീമദ് ഭാഗവതത്തിലുടനീളം നാം കാണുന്നത്. അപ്പൊ നാരദ മഹർഷി പ്രത്യേകിച്ച് ബ്രഹ്മദേവനോട് പറഞ്ഞത്, വ്യാസദേവനോട് പറഞ്ഞത്, നോക്കൂ, ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു ആദർശം അങ്ങ് വിസ്തരിച്ച ഈ ശാസ്ത്രങ്ങളിലെ അന്തിമ രഹസ്യം ഒരു മനുഷ്യ ഹൃദയത്തിനോ മനുഷ്യ മസ്തിഷ്കത്തിനോ ഗ്രാഹ്യമാകണമെങ്കിൽ അതിനൊരു പാകപ്പെടൽ നടക്കേണ്ടതുണ്ട്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തു ഉപലബ്ധയെ. അനവധി കർമ്മങ്ങൾ, അത് ദൈവികമാകാം, വൈദികമാകാം, സേവന മനോഭാവത്തിൽ അധിഷ്ഠിതമാകാം. ഇങ്ങനെയുള്ളതെല്ലാം അതിൽ ഏർപ്പെടുന്നവന്റെ അന്ധകരണ ശുദ്ധിക്കോ പവിത്രതയ്ക്കോ വേണ്ടിയാകണം. അല്ലാത്തതൊക്കെ നിഷ്പ്രയോജനങ്ങളാണ്. അപ്പൊ നിരന്തരമുള്ള കർമ്മ ആചരണം വഴി മനുഷ്യ മനസ്സ് എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടാൽ മാത്രമേ ഈ ആശയങ്ങളെ സുവ്യക്തമായി ധരിക്കാനും അത് പിന്തുടരാനും അവർക്ക് സാധിക്കൂ. അപ്പൊ അതിനൊന്നും ഇത് വേണം. ഭാഗവത ധർമ്മങ്ങൾ എന്ന പേരിൽ മനുഷ്യജീവിതത്തിൽ പ്രയോഗിക്കേണ്ട, നിർബന്ധപൂർവം ആചരിക്കേണ്ട ഒട്ടേറെ മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുണ്ട്. അവയെ ഓരോന്നും ഞാൻ അങ്ങേക്ക് വിശദീകരിച്ചു തരാം. ഇതെനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവ് ബ്രഹ്മാവിൽ നിന്നാണ് എനിക്കിത് പകർന്നു കിട്ടിയത്. അതുകൊണ്ട് ബ്രഹ്മദേവനിൽ നിന്നും എനിക്ക് ലഭ്യമായിരിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെ അങ്ങയുടെ ഭാഷയിലും ശൈലിയിലും പൂർവ്വസംഭവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ആകർഷണീയമായ ഒരു കൃതി രചിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ച് അത് പ്രചരിപ്പിക്കുന്നത് വഴി നമ്മുടെ സമാജത്തിൽ ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും നൂതനമായ ഒരു തരംഗം സൃഷ്ടിക്കപ്പെടും. അതിനങ്ങേക്ക് പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. അപ്പൊ ഭാഗവത ധർമ്മങ്ങളെ ഓരോന്നോരോന്നായി നാരദ മഹർഷി വ്യാസദേവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് സശ്രദ്ധം കേട്ട് അതിനുവേണ്ട അലങ്കാരങ്ങളും വിവരണങ്ങളുമൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ 18,000 ശ്ലോകങ്ങളാണ് വ്യാസസൃഷ്ടി ശ്രീമദ് ഭാഗവതമായി മാറിയത്. അപ്പൊ ഈ ബ്രഹ്മാവിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ ഭാഗവത ധർമ്മങ്ങളെ വിവരിച്ചതിന് ശേഷം നാരദ മഹർഷി പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി, മഹാമുനെ നാരദ മഹർഷി, വേദവ്യാസ മഹർഷി, ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ശ്രദ്ധയുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. താല്പര്യം തോന്നി. പക്ഷെ അത് നിരന്തരം തുടരണമെങ്കിൽ വേണം. അതിനുള്ള ഒരു പ്രേരണയും നിർബന്ധവുമായി നമ്മോടൊപ്പം ഒരാൾ വേണം.
അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സജ്ജനങ്ങൾ, സാധുക്കൾ, ഗുരുക്കന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുക. സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം നിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആന്തരികമായ പരിവർത്തനവും അതുവഴി ഉണ്ടാകുന്ന ഉത്കർഷവും ഞാൻ മറ്റാരെയും ഉദാഹരിച്ച് പറയുന്നില്ല, അതെൻ്റെ ജീവിതം തന്നെ ഉദാഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പൂർവ്വകഥയെ നാരദൻ മഹർഷി ഇവിടെ ഉപമിക്കുകയാണ്. നമ്മുടെയൊക്കെ സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം, വ്യക്തിത്വം രൂപപ്പെടുന്നത് പ്രധാനമായും 3 ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അതിൽ സുപ്രധാനമായ ഒരു ഭാഗമാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ കൂടി പരമ്പരയാ പകർന്നു കിട്ടിയ സ്വഭാവവിശേഷങ്ങളും നമ്മുടെ സംസ്കാരവും, അതൊന്ന്. രണ്ടാമത് അവയെ പോഷിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു പ്രാഥമിക ജീവിത സന്ദർഭം, കുടുംബജീവിതത്തിലെ ഒരാദ്യത്തെ ഭാഗം, അച്ഛൻ, അമ്മ, സഹോദരൻ അല്ലെങ്കിൽ മുത്തച്ഛൻ മുതലായവരുമായുള്ള ഒരു സമ്പർക്കം വഴി ആ പാരമ്പര്യ ഗുണങ്ങളെയോ ശീലങ്ങളെയോ വികസിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മുതൽ അങ്ങോട്ടുള്ള കാലം തുറന്ന് ചിന്തിക്കാനും പലരുമായി ഇടപഴകാനും പല കാര്യങ്ങളും നിരീക്ഷിക്കാനും പലരുടെയും ജീവിതവുമായി പങ്കുപറ്റാനും ഒക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും, അത് ലഭിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ പുറപ്പെടുക. സാധാരണയായി അങ്ങനെ ഒരു വിലയിരുത്തൽ പലപ്പോഴും നടക്കാറില്ല. മറ്റുള്ളവരുടെ പോരായ്മകളോ തകരാറുകളോ കണ്ടെത്തുക എന്നതിനപ്പുറം സ്വന്തം തകരാറുകളും കുറവുകളും കണ്ടെത്താൻ പലരും ശ്രമിക്കാറില്ല. ഈ അടുത്ത കാലത്ത് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിലൊരാൾ പറഞ്ഞ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അയാളുടെ ഒരു കണ്ടെത്തൽ വളരെ ഈ സന്ദർഭത്തിൽ ഈ ഒരു ആശയത്തോട് വളരെ യോജിക്കുന്നതായി തോന്നി. അതായത് സാധാരണ മനുഷ്യൻ്റെ രീതി നോക്കൂ, നമുക്ക് എന്തെങ്കിലും കുറവുകളോ പരാജയങ്ങളോ അപകടങ്ങളോ കുറ്റങ്ങളോ ഒക്കെ സംഭവിച്ചാൽ നമ്മളവിടെ വക്കീലാവുമെന്ന്. എന്നാൽ മറ്റാർക്കെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു തകരാറ് ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മളവിടെ ജഡ്ജിയാകും. ഇതാണ് മനുഷ്യ മനസ്സിൻ്റെ ഒരു വികലതയാണ്. നമുക്ക് എന്തെങ്കിലും പോരായ്മകളോ തകരാറുകളോ സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ എന്തെല്ലാം വാദഗതികൾ ഉന്നയിക്കാമോ അതെല്ലാം അവതരിപ്പിച്ചത് സമർത്ഥിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതേ നാം തന്നെ വേറൊരാളിൽ ചെറിയൊരു ന്യൂനത കണ്ടാൽ അതങ്ങനെ തന്നെയെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കും. ഇത് മനുഷ്യന്റെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുപോലെ സ്വന്തം ജീവിതത്തെ വിലയിരുത്താനുള്ളൊരു അവസരം വിദ്യാഭ്യാസം മുതൽ അങ്ങോട്ടുള്ള കാലത്ത് ലഭിക്കും. അതിനുവേണ്ട അറിവുകൾ, പ്രായോഗികമായ അവസരങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത്തരത്തിൽ 3 രീതിയിലാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം, വ്യക്തിത്വം രൂപപ്പെട്ട് സ്ഥിരപ്പെടുന്നത്. അപ്പം അതിൽ പാരമ്പര്യശീലങ്ങളെയോ ഗുണങ്ങളെയോ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ സ്വഭാവ ശൈലി സമ്പ്രദായങ്ങളെയോ അത്ര പെട്ടെന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനോ സാധിച്ചു എന്ന് വരില്ല. കാരണം അതിനുള്ള ശേഷി നാം ആർജിച്ചിട്ടില്ല, അത് സംഭവിച്ചതാണ്. നിരന്തരമായ സജ്ജന സമ്പർക്കത്തിൽ കൂടി നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന്, നമ്മുടെ സംഭാഷണത്തിൽ നിന്ന്, നമ്മുടെ രീതിക്രമങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഗതിയും ദിശയും നിരീക്ഷിക്കാൻ ശാസ്ത്ര പാണ്ഡിത്യമുള്ള, അനുഭവ സമ്പത്തുള്ള, തപസ്വിയായ ഒരു ആചാര്യന് നിഷ്പ്രയാസം സാധിക്കും. അത് നമ്മെ ഉയർത്താനും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കാനുമൊക്കെ ആ മഹാത്മാവിന് സാധിക്കും. ഇതാണ് നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ കണ്ടിട്ടില്ല. ഞാനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. അമ്മ അടുത്തുള്ള ഒരു വീട്ടിൽ വേല ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. ഞാൻ പലപ്പോഴും അമ്മയെ സഹായിക്കാനോ എന്നാൽ പറ്റുന്ന തരത്തിൽ അമ്മയെ സഹായിക്കാനൊക്കെ അവിടെ ചെല്ലുമായിരുന്നു. എനിക്ക് കഴിയാവുന്ന രീതിയിൽ അവിടെ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു കാലത്ത് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കുറേ സാധുക്കൾ, കുറേ സഞ്ചാരികൾ അവിടെ വരികയുണ്ടായി. എന്തായി ചാതുർമാസ്യം? പഴയ കാലത്ത് ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബഹുഭൂരിപക്ഷം സാധകന്മാരും തപസ്വികളും തുടർച്ചയായി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഈ സഞ്ചാരം സുഗമമാകണമെങ്കിൽ കാലാവസ്ഥയും പ്രകൃതിയും അനുകൂലമാകേണ്ടതുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ, ഭൂപ്രകൃതിയിലാകമാനം പ്രക്ഷുബ്ധതയുണ്ടായാൽ സഞ്ചാരം അത്ര എളുപ്പം നടക്കില്ല. അപ്പോൾ മഴ തുടങ്ങിയാൽ, ഏതാണ്ട് ഇടവമാസം ആരംഭിച്ച് ഇടവപ്പാതി തുടങ്ങിയാൽ പിന്നീട് അത് പെയ്തൊഴിയുന്നത് വരെ, അവസാനിക്കുന്നത് വരെ എവിടെയെങ്കിലും വിശ്രമിക്കണം, താമസിക്കണം. അപ്പം ആ കാലത്ത് വിശ്രമത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും വിശപ്പടക്കാനുള്ള ആഹാരവും മറ്റ് അനുഷ്ഠാനങ്ങളും നടത്താനുള്ളൊരു പ്രാഥമിക സൗകര്യമെങ്കിലും വേണം. അതെവിടെ ഉണ്ടാകുക? ഇന്നത്തെ പോലുള്ള വ്യവസ്ഥാപിതമായ ആശ്രമ സംവിധാനങ്ങളോ സ്ഥാപനങ്ങളോ ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. അപൂർവം ചില പർണശാലകൾ വനങ്ങളുടെ ഉൾഭാഗത്തുണ്ടാകും. അവിടെ നിന്ന് പുറത്ത് ഗ്രാമങ്ങളിലുടനീളം സഞ്ചരിക്കുന്ന സാധകന്മാർക്ക് സ്വന്തമായി പാർപ്പിടമോ ഇരിപ്പിടമോ ഉണ്ടാകാറില്ല. സ്വന്തമായി ഒരു ആസ്തിയും ഉണ്ടാകില്ല. അപ്പം ആ ഒരു കാലത്ത് ചാതുർമാസ്യ വ്രതം വളരെ ശ്രേഷ്ഠമായിരുന്നു. ഈ ധർമ്മത്തിൽ ശ്രദ്ധയുള്ള സന്മാർഗികളായ ഗൃഹസ്ഥവൃന്ദം
ഇത്തരക്കാരെ തെരഞ്ഞുപിടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം പാർപ്പിടത്തിന് സമീപം ഈ 4 മാസക്കാലം അവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കും. മറ്റെല്ലാ കർമ്മങ്ങളും ലഘൂകരിച്ച് ഈ 4 മാസക്കാലം അവരോടൊപ്പം ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ നിത്യാനുഷ്ഠാനങ്ങൾക്കും വേണ്ട സേവനം ചെയ്തുകൊണ്ട് അവരിൽ നിന്നും അധ്യാത്മമായ സംശയങ്ങളോ ശാസ്ത്ര ചിന്തകളോ ഒക്കെ പങ്കുവയ്ക്കും. ഇങ്ങനെ ഒരു 4 മാസം തുടർച്ച അവരുമായി ഇടപഴകുമ്പോൾ 8 മാസം കൊണ്ട് മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുള്ള എല്ലാ പ്രാപഞ്ചിക മാലിന്യങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാനും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം ഈ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നയിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ എല്ലാ വർഷവും ഈ ചാതുർമാസ വ്രതം അനുഷ്ഠിക്കുന്ന സാധുക്കളുടെ സാന്നിധ്യം കൊണ്ട് ആ ഗൃഹവും ആ ഗൃഹത്തിൽ വളർന്നു വരുന്ന പിൻതലമുറകളും ഈ ഒരു മാർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇത് ചാതുർമാസത്തെ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. പണ്ട് കാലത്തൊക്കെ ധാരാളം സഞ്ചാരികളായ സാധുക്കളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അവരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ ഇടപെടൽ കൊണ്ടും ഒട്ടേറെ കുടുംബങ്ങളിൽ അനവധി പുണ്യങ്ങളും പുണ്യസന്തതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്ന് അങ്ങനെ ഒരു രീതി നമുക്ക് പൊതുവേ കാണാനില്ല. ഒരു സാധുവിനെ കൂട്ടിക്കൊണ്ടുവരിക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, അവരിൽ നിന്നും ശാസ്ത്രവാക്യങ്ങളോ അവരുടെ ജീവിതാനുഭവങ്ങളോ പകർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ മാനം അല്ലെങ്കിൽ ഒരു പുതിയ ദിശ നൽകുന്ന ഒരു സമ്പ്രദായമോ സംസ്കാരമോ ഇന്ന് വളരെ കുറവാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ സാധു മഹാത്മാക്കളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അന്ന് കുട്ടിയായിരുന്ന ഞാനും ഉൾപ്പെട്ടു. കുട്ടിത്തമാണല്ലോ പ്രായം. അപ്പോൾ അത്ര പെട്ടെന്ന് ആരുമായും കൂട്ടുകൂടുന്ന പ്രകൃതമല്ല പൊതുവെ കുട്ടികൾക്കുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതല നിർവഹിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തെ ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അപരിചിതരാണല്ലോ. അപ്പോൾ അവരുടെ രീതി, സംഭാഷണ ശൈലി, ആഹാരക്രമം, അവരുടെ സംഭാഷണത്തിലെ കാതലായ ഭാഗങ്ങൾ, ഇങ്ങനെ പലതും നിരന്തരം ശ്രദ്ധിക്കാൻ എനിക്ക് അവസരമുണ്ടായി. പലതും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അതിലൊരു പൂർണ്ണ സ്വാതന്ത്ര്യമോ സൗകര്യമോ ഒന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അവരോടൊപ്പം ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിച്ചു. ഞാൻ ഇപ്പോൾ തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ അറിയാതെ തന്നെ എന്നിൽ ആന്തരികമായ ഒരു പരിവർത്തനമോ പുനഃക്രമീകരണമോ നടന്നുകൊണ്ടേയിരുന്നു. മുൻപ് പറയുകയുണ്ടായല്ലോ, പാരമ്പര്യശീലങ്ങളും പ്രാഥമിക ജീവിത പശ്ചാത്തലവുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ചിന്തകളെയും സംസ്കാരത്തെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായ പങ്കുവഹിക്കുന്നത്. ആ കാലത്ത് മഹാത്മാക്കളുമായി, സജ്ജനങ്ങളുമായി, തപസ്വികളുമായി ഇടപഴകാനുള്ള ഒരു അപൂർവ ഭാഗ്യം അന്ന് കുട്ടിയായിരുന്ന നാരദനുണ്ടായതിനെ തുടർന്നാണ് ഈ ഒരു ആന്തരിക പരിവർത്തനവും സാംസ്കാരികമായ ഔന്നത്യവും അദ്ദേഹത്തിന് സിദ്ധിച്ചത്. അപ്പം ഈശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ചും അതുപോലെ ഈശ്വര പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ അതിസൂക്ഷ്മമായി അവർ സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് ഈശ്വരനെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ സ്വയം സൃഷ്ടിക്കപ്പെട്ടു. എങ്ങനെയാണ് ധർമ്മത്തെ ആധാരമാക്കി ജീവിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ചില ചിന്തകളൊക്കെ എന്നിൽ നിന്ന് പ്രവേശിക്കുകയുണ്ടായി. എൻ്റെ അച്ഛനമ്മമാരെന്നെ പഠിപ്പിച്ചതല്ല, എൻ്റെ സഹപാഠികൾ ആരും ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ സമൂഹത്തിൽ നിന്നും ഇത്തരം ശ്രേഷ്ഠമായ ഒരു ചിന്തയോ ഒരു ആശയമോ ഒരു പദ്ധതിയോ എന്നിലേക്ക് കടന്നു വന്നിട്ടുമില്ല. അപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. കുറേ മഹാത്മാക്കൾ ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ അമ്മ സേവനം ചെയ്യുന്ന വീട്ടിൽ വരികയുണ്ടായി. അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് എന്നിൽ അർപ്പിതമായത്. ഞാനത് ശ്രദ്ധാപൂർവം നിർവഹിച്ചു. അങ്ങനെ നിർവഹിച്ചിരിക്കുന്ന കാലത്താണ് അവിചാരിതമായി അവരുടെ സംഭാഷണം ശ്രദ്ധിക്കാനിടയായത്. ആ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവരുടെ ജീവിത വൃത്തികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മെല്ലെ അവരുയർത്തിയ ആശയവും അവരുയർത്തിപ്പിടിച്ച ആദർശവും ലക്ഷ്യവുമൊക്കെ എന്നിൽ അപ്രതീക്ഷിതമായ ഒരു ചലനം സൃഷ്ടിച്ചു. അത് നിരന്തരമായി, അത് സ്ഥായിയായി മാറി. 4 മാസം വളരെ പെട്ടെന്ന് കടന്നുപോയി. 4 മാസം കഴിഞ്ഞപ്പോഴാണ് അവർ പോകുന്ന കാര്യം പോലും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. വല്ലാത്തൊരു നിരാശാബോധം എനിക്ക് തോന്നി. അവരോടൊപ്പം പോയാലോ എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചുവെങ്കിലും ജീവിച്ചിരിക്കുന്ന അമ്മയെ വിട്ടുപോകാനുള്ള ഒരു മനസാന്നിധ്യമോ ഒരു ധൈര്യമോ എനിക്കില്ലാത്തതുകൊണ്ട് തത്കാലം ഞാൻ അവിടെ തുടർന്നു. അവർ യാത്രയായി. പിന്നീട് അമ്മയുമായി ഞാൻ ഒത്ത് ജീവിച്ചു. അപ്പോഴൊക്കെ ഈ ആശയങ്ങളും ഈ ചിന്തകളുമൊക്കെ എൻ്റെ മനസ്സിലും എൻ്റെ ഉള്ളിലും നിരന്തരം അലതല്ലിക്കൊണ്ടേയിരുന്നു. നശ്വരമായ ഈ ലോകത്തിൻ്റെ പൊള്ളത്തരങ്ങളും അനശ്വരമായ ആത്മാവിൻ്റെ മഹിമയും വർണ്ണിക്കുന്ന അനവധി കാര്യങ്ങൾ അവരുടെ സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ ലോകത്തെ ഒന്ന് കണ്ണു തുറന്നു നോക്കി. അവർ പറഞ്ഞത് പൂർണ്ണമായും യാഥാർത്ഥ്യമാണ്. ബന്ധങ്ങളുടെ അർത്ഥശൂന്യത, ലോകത്ത് നാം കാണുന്ന ഈ നാടകത്തിൻ്റെ ഉള്ളറ രഹസ്യങ്ങളൊക്കെ പലതരത്തിൽ നേരിട്ട് ബോധ്യപ്പെടാൻ എനിക്ക് ജീവിതത്തിൽ അവസരമുണ്ടായി. അതും വളരെ ചെറുപ്പത്തിൽ. ഇടക്കാലത്തൊരിക്കൽ അമ്മ അവിചാരിതമായി മരിക്കാനിടയായി പാമ്പ് കടിയേറ്റു. എനിക്ക് കൂടുതൽ സന്തോഷമായി. ഈ ലോകത്ത്
ഒരു മനുഷ്യ വ്യക്തിയുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിനെ വൈകാരികമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അത് എനിക്ക് ജന്മം തന്ന മാതാവുമായി മാത്രമായിരുന്നു. ആ മാതൃശരീരം ആ ഭൂമിയിൽ പതിച്ചതോടുകൂടി ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായി. എനിക്ക് ഉത്തരവാദിത്വങ്ങളോ കടമകളോ ചുമതലകളോ നേടാൻ എന്തെങ്കിലുമോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷം സഹജം തനിയെ കൈവന്നു. അമ്മയുടെ അന്ത്യേഷ്ടി കർമ്മങ്ങളൊക്കെ ഞാൻ വിധിപ്രകാരം നടത്തി എന്നാലാവുന്ന മട്ടിൽ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഗൃഹം ഉപേക്ഷിച്ചു. സ്വതന്ത്ര സഞ്ചാരം നടത്തി. പല പുണ്യതീർത്ഥങ്ങളിലും ചെന്നു. പല മഹാത്മാക്കളെയും കാണുകയുണ്ടായി. അങ്ങനെ സ്വതന്ത്ര സഞ്ചാരിയായി ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചും ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് എപ്പോഴും സ്മരിച്ചും ഭഗവന്മയമായ ഒരു താപസ ജീവിതം ചെറുപ്പത്തിലേ ഞാൻ നയിച്ചു. വേദവ്യാസ മഹർഷി അങ്ങ് കേൾക്കണം. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഇത്തരമൊരു നിരന്തരമായ യാത്ര ഈ പുണ്യഭൂമിയിൽ കൂടി ലോകത്തുടനീളം നടത്താൻ ഭാഗ്യം സിദ്ധിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിലിരിക്കുന്ന നാരദനായി തീർന്നത്. പല ദിവ്യാനുഭവങ്ങളും എനിക്കുണ്ടായി. സാധനാ തലത്തിൽ പ്രവേശിക്കുന്നവർക്കോ സഞ്ചരിച്ചുള്ളവർക്കോ ഒക്കെ അറിയാം, ഏതെങ്കിലും ഒരു ഉപാസനാ സമ്പ്രദായം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവിക ശക്തിയെ നിരന്തരമായി ആരാധിക്കുമ്പോൾ, പൂജകളിൽ മാത്രം ഒഴുകുമ്പോൾ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ മനസ്സ് അതിസൂക്ഷ്മമായി വരികയും പല സാധാരണക്കാർക്ക് സാധിക്കാത്ത പല പ്രവൃത്തികളും അവർക്ക് നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് മനുഷ്യ മനസ്സിൻ്റെ അവാച്യമായ ഒരു മഹിമയാണ് അല്ലെങ്കിൽ കരുത്താണ്. എന്നാൽ പലപ്പോഴും അതിൽ ഭ്രമിക്കുകയോ അതിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുകയോ ചെയ്യുന്ന സാധകർക്ക് അപജയമോ പരാജയമോ സംഭവിക്കാനും സാധ്യത നമ്മൾ ഒട്ടേറെ പേരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത്തരം ചെറിയ അനുഭവങ്ങളിലോ അനുഭൂതികളിലോ ഒന്നും ഞാൻ ഭ്രമിക്കാതെ നിരന്തരം ഈ ഭഗവത് സ്മരണയിൽ മാത്രം ഒഴുകിക്കഴിഞ്ഞു. വിശ്വവ്യാപകമായി നിറഞ്ഞു നിൽക്കുന്ന പരമസാന്നിധ്യത്തെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ നിറയെ ചിന്തിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് മുഴുവൻ അതായിരുന്നു. എൻ്റെ ചിന്തകളുടെ തരംഗമോ പ്രവാഹമോ അല്ലെങ്കിൽ അതിൻ്റെ ആ ചലനമോ മുഴുവൻ ആ ആശയമായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഒരു പദാർത്ഥത്തിലോ ഒരു വിഷയത്തിലോ കേന്ദ്രീകൃതമായ ഒരു ആരാധന ആശ്രയ സമ്പ്രദായം ആയിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. സാധാരണ മട്ടിൽ ഭക്തി അല്ലെങ്കിൽ ആരാധന, സമർപ്പണം, പൂജ എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടാണ് നാം കാണുന്നത്. ഒരു പക്ഷേ തുടക്കത്തിൽ ഇത് ആവശ്യമായേക്കാം. ക്രമേണ യാതൊരു ഒന്നിൻ്റെയും സഹായമോ സാന്നിധ്യവുമില്ലാതെ, പരസഹായമില്ലാതെ, പരദ്രവ്യങ്ങളുടെ സാന്നിധ്യമില്ലാതെ തന്നെ സ്വതന്ത്രമായി നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും വിശ്വവ്യാപകമായ ഈ ഒരു സാന്നിധ്യത്തിൻ്റെ സൃഷ്ടി സ്വാഭാവികമായി ഉണ്ടാകണം, സഹജമായി ഉണ്ടാകേണ്ടതാണ്. അത് ക്രമേണ ധ്യാനത്തിലേക്കും ആ ധ്യാനാനുഭവം സമാധി അവസ്ഥയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. സമാധി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും എല്ലാം വിട്ടെറിഞ്ഞ് കണ്ണടച്ച് എങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഇതാണ് സമാധി എന്നതാണ് പൊതുവെ ധരിച്ചിരിക്കുന്ന ഒരു രീതി. സമാധി എന്ന വാക്ക് തന്നെ അത് ഉൾക്കൊള്ളുന്ന ആശയമോ അതുണ്ടാക്കുന്ന അനുഭവമോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സമാധി എന്ന് പറയുമ്പോൾ ധീ എന്നത് ബുദ്ധിയുടെ പര്യായ ശബ്ദമാണ്. ധീയോ യോന പ്രചോദയാത്, ബുദ്ധിയുടെ പര്യായ ശബ്ദമാണ് ധീ എന്നത്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പരിഗണിക്കുമ്പോൾ സമാധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ എല്ലാ വികല്പങ്ങളും ചിന്തകളും ലയിച്ച് അല്ലെങ്കിൽ കെട്ടടങ്ങി അസ്തമിച്ച് അല്ലെങ്കിൽ അവസാനിച്ച് ബുദ്ധിയുമായി താതാത്മ്യം പ്രാപിച്ച് ബുദ്ധിയിൽ പരമാത്മാന്വേഷണം അനുസ്യൂതമായി നടന്ന് അത് അവനവൻ്റെ ഉൾവ്യക്തിത്വവുമായി താതാത്മ്യം പ്രാപിക്കുന്ന സമാധി. ധി പരമാത്മാവുമായി സംയോജിക്കുന്ന സ്ഥിതിയെയാണ് സമാധി എന്ന് പറയുന്നത്. ആ സമാധിയുടെ പല ഘട്ടങ്ങളെയും പല തലങ്ങളെയും കുറിച്ച് പതഞ്ജലി മഹർഷി വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ച് യോഗസൂത്രത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് പഠിതാക്കൾക്കത് കൂടുതൽ വ്യക്തമാകും. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ നിരന്തരമായ ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാൻ എനിക്ക് സാധിച്ചു. ആരും അതിനെ എതിർക്കാൻ വന്നില്ല, ആരും അതിനെ സഹായിക്കാൻ വന്നില്ല, ആരും ആ മാർഗത്തെ വഴിതെറ്റിക്കാനായി വന്നില്ല. അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിച്ച് മുന്നേറാൻ എനിക്ക് കരുത്തായി തീർന്നത് എന്താ? വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ആർജിച്ച ഈശ്വരനെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ അല്ലെങ്കിൽ അവബോധമാണ്. അതിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നേറി. അതിൻ്റെ പരമകാഷ്ഠയിൽ ഈ ജീവിതം പൂർണ്ണമായി. അടുത്ത് കിട്ടിയതോ ബ്രഹ്മാവിൻ്റെ പുത്രനായി. അപ്പോൾ കേവലം ഒരു ദാസിയുടെ അല്ലെങ്കിൽ ഒരു വേലക്കാരിയുടെ മകനായി ജീവിച്ച എനിക്ക് വളരെ ചെറുപ്പകാലത്ത് ലഭിച്ച ഈ സജ്ജനങ്ങളുമായി സമ്പർക്കം ചെയ്യാൻ സിദ്ധിച്ച അവസരം, എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ പരിവർത്തനം, അതുണ്ടാക്കിയ ഉത്കർഷം ഞാൻ അങ്ങയുടെ മുമ്പിൽ തുറന്ന് അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സജ്ജനങ്ങളുമായി ഇടപെടാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് നിരന്തരം അങ്ങ് ആഹ്വാനം ചെയ്യണം.
അത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അങ്ങ് ജനങ്ങളെ ഓർമ്മപ്പെടുത്തണം. അതുവഴിയാണ് ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുമുള്ള അവബോധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുക. അത്തരത്തിൽ ഒരു അവതരണമായിരിക്കണം ശ്രീമദ് ഭാഗവത ധർമ്മ വിവരണത്തിൽ അങ്ങ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ഒരു അധ്യാത്മമായ ഉണർവിനും ഉയർച്ചയ്ക്കും കാരണമായത് സജ്ജന സമ്പർക്കമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് അത്തരം സാധു മഹാത്മാക്കളുടെ സാന്നിധ്യം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എപ്രകാരമാണ് ഉയർച്ചയും പരിവർത്തനവും സൃഷ്ടിച്ചതെന്ന് അങ്ങ് ഉപമിക്കണം. അപ്പം നാരദ മഹർഷിയുടെ ഈ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അദ്ദേഹം പരിഗണിച്ചു. നാരദ മഹർഷി യാത്രയായി. അതിനുശേഷമാണ് വേദവ്യാസ ഭഗവാൻ പുരാണ ഭാഷയിൽ ഈ കാര്യങ്ങളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ആവിഷ്കരണം അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിക്ക് പുറപ്പെട്ടത്. അതെല്ലാം പൂർത്തിയായപ്പോൾ നാരദ മഹർഷി വിശദീകരിച്ച ഭാഗവത ധർമ്മങ്ങളും അതിനനുയോജ്യമായ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഉപമകളും ചേർത്ത് അതെല്ലാം പൂർത്തിയാക്കിയപ്പോൾ 18,000 ശ്ലോകം തികഞ്ഞു. ആ 18,000 ശ്ലോകങ്ങളൊക്കെ കഥാരൂപേണ അല്ലെങ്കിൽ ചരിതരൂപേണ അവതരിപ്പിക്കുമ്പോഴും അതിലൊക്കെ ഒളിമിന്നിയിരുന്നത് പരമാത്മതത്വത്തിൻ്റെ വ്യാഖ്യാനം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം. വൈഷ്ണവാരാധകർക്ക് വളരെ പ്രിയങ്കരമായ പുണ്യഗ്രന്ഥമാണ് ഭാഗവതമെങ്കിലും, ഇല്ലാന്ന് പറയണൽ, എങ്കിലും അതിൽ പ്രതിപാദിക്കുന്ന വിഷയം, അതിൻ്റെ താത്പര്യം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. പരമഹംസനായ വ്യാസമഹർഷി രചിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ നേടിയ അധ്യാത്മമായ അനുഭൂതികളെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന മട്ടിൽ എപ്രകാരം ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കണം. യസ്മിൻ പാരമഹംസ്യം ഏകമൂലം ജ്ഞാനം പരം ഗീയതേ. അത് എപ്രകാരമാണ് നമുക്ക് ഉപയോഗപ്രദമാകുക? തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയ വിമുച്യേത് നരഹ. അത് ശ്രേയാവണ്ണം കേൾക്കണം. ശ്രദ്ധാപൂർവം കേൾക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ അതിനൊത്തവണ്ണം പാകപ്പെടുത്തേണ്ടതുണ്ട്, ക്രമീകരിക്കേണ്ടതുണ്ട്. ആ പാകപ്പെടുത്തൽ നാം പുറപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മങ്ങളുടെ ഉപാസകരായോ അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷകരായോ നാം മാറുന്നത്. അപ്പോൾ ആ ഭാഗവത ധർമ്മങ്ങളിൽ ആദ്യത്തേത് എന്താണെന്ന് ചോദിച്ചാൽ തൊട്ട് പിന്നാലെ തന്നെ മഹർഷി അത് വ്യക്തമാക്കുന്നുണ്ട്. തിതിക്ഷ എന്നുള്ള ശ്രേഷ്ഠമായ ഗുണം ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഒരു തരത്തിലുള്ള മനക്ലേശവും കൂടാതെ സഹിക്കാനും മുന്നോട്ടു പോകാനുള്ള മനസ്സിൻ്റെ കരുത്തിനെയാണ് ഇവിടെ തിതിക്ഷ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ആ തിതിക്ഷയുടെ 2 വ്യത്യസ്ത മുഖങ്ങളാണ് നാം ശൃംഗിയിലും അതുപോലെ ദ്രൗപദി ദേവിയിലും കാണുന്നത്. മുനിപുത്രനായ ശൃംഗി പെട്ടെന്ന് അച്ഛൻ്റെ ദേഹത്ത് കണ്ട ഈ പാമ്പിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ചിന്തകളിൽ വല്ലാതെ പരവശനായി. അച്ഛനോടുള്ള ബഹുമാനം, തൻ്റെ പിതാവിനെയൊരു ഇങ്ങനൊരു പരിഹാസം അല്ലെങ്കിൽ ആക്ഷേപം നേരിടേണ്ടി വന്നപ്പോൾ താനിവിടെ ഉണ്ടായില്ലെന്നൊരു നിസ്സഹായാവസ്ഥ, തങ്ങളെപ്പോലുള്ള സാധുക്കളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ കടന്നു വരുന്നവരെ എങ്ങനെയാണ് പ്രതിരോധിക്കുക, ആരാണ് നമ്മളെ അതിനെ സഹായിക്കുക, ഒക്കെ ശരി. ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ നമുക്കെങ്ങനെ അതിനോട് ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ പ്രകടിപ്പിക്കാൻ സാധിക്കും? രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് പണമുണ്ടാകും, അവർക്ക് സ്വാധീനമുണ്ടാകും, അധികാരശക്തി ഉണ്ടാകും. അതൊക്കെ വെച്ചുകൊണ്ട് ആർക്കും ഉപദ്രവമില്ലാതെ ലോകക്ഷേമത്തിന് വേണ്ടി മാത്രം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച് ജീവിക്കുന്ന സാധുക്കളോട് ഇത്തരം അതിക്രമങ്ങൾ അവരുടെ താമസ സ്ഥാനത്ത് വന്ന് നടത്തിയാൽ എങ്ങനെ ഇതിനെ ചെറുക്കും? എന്തായിരിക്കണം ഇതിന് പരിഹാരം? ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പലവിധ ചിന്തകൾ ആ മുനികുമാരനെ അലട്ടുകയുണ്ടായി. അതെല്ലാം കൂടിച്ചേർന്നാണ് 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടയാകട്ടെ എന്ന ഒരു ശാപവചനം ആ പുത്രനിൽ ഉണ്ടായത്. അപ്പോൾ മകനിലതുണ്ടായി, ശരിയാണ്. അപ്പം നമ്മളിവിടെ ഓരോ വ്യക്തികളെയും നോക്കുമ്പോൾ ഈ ഭാഗവതത്തിൻ്റെ തുടക്കത്തിലേക്ക് അവിടെയാണല്ലോ കഥയുടെ ഗതി വ്യത്യാസപ്പെടുന്നത്. പരീക്ഷിത് മഹാരാജാവ് 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാൻ ഇടയാകട്ടെ എന്ന ശാപം കേട്ടതിനെ തുടർന്ന് തൻ്റെ അധികാരവും സൗഭാഗ്യങ്ങളും തനിക്ക് പരമ്പരാഗതമായി ലഭിച്ചതും താൻ നേടിയതുമെല്ലാം നിഷ്പ്രയാസം ഉപേക്ഷിക്കാൻ സന്നദ്ധനായി. ആരും അദ്ദേഹത്തെ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കുകയോ നിർദ്ദേശിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. അതെല്ലാം അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസകാലത്തും അതിനുശേഷവും ഈ പ്രാപഞ്ചിക ജീവിതം എന്തെല്ലാം സമ്മാനങ്ങളും നിഷേധങ്ങളും നൽകാം, അതിൻ്റെ പരിധി എവിടെയാണ് എന്നൊക്കെ കാലേ കൂട്ടി മനസ്സിലാക്കി അദ്ദേഹത്തിന് നിഷ്പ്രയാസം തൻ്റെ ഭൗതിക നേട്ടങ്ങളെല്ലാം ത്യജിക്കാൻ സാധിച്ചു. നേരെ പോയത് ഗംഗാതീരത്തേക്കാണ്. അവിടെ പ്രായോപവേശവ്രതം അദ്ദേഹം സ്വീകരിച്ചു. മരണം വരെ അന്നമോ ജലപാനമോ ഇല്ലാത്ത തീവ്രമായ ഒരു നിലപാട്. എന്തുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് അത്തരമൊരു രീതിയിലേക്ക് ജീവിതത്തെ മാറ്റിയത് എന്ന ചോദ്യമായിരുന്നു 2ാമത്തേത് പ്രബലമായത് സൂതൻ്റെ മുമ്പിൽ ഉന്നയിക്കപ്പെട്ടത്.
അപ്പോൾ വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിക്കാനിടയായ പശ്ചാത്തലം, അതിൻ്റെ ആവശ്യകത, അദ്ദേഹത്തെ ആരാണ് ഇതിന് നിയോഗിച്ചത് അഥവാ പ്രേരിപ്പിച്ചതെന്ന ചോദ്യങ്ങൾക്ക് ശേഷം പരീക്ഷിത്ത് മഹാരാജാവ് എന്തുകൊണ്ട് പ്രായോപവേശവ്രതം തെരഞ്ഞെടുത്തു, അതിന് കാരണമായ സംഭവവികാസങ്ങൾ എന്ത്, അത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങളോ പാഠങ്ങളോ എന്ത് എന്നതായിരുന്നല്ലോ ഇവിടെ രണ്ടാമത്തെ ചോദ്യം. അതിനുള്ള മറുപടിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് കൂടുതലായി. അപ്പോൾ പ്രായോപവേശവ്രതം എന്ന് പറയുന്ന അതികഠിനമായ തീവ്രമായ, സാധാരണയായി അത്തരമൊരു വ്രതമോ അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമോ സാധാരണയായി ആരും എടുക്കാറില്ല. മരണം വരെ ആഹാരവും വേണ്ട, വെള്ളവും വേണ്ട, കേവലം പ്രാണവായുവിനെ മാത്രം അവലംബമാക്കി 7ാമത്തെ ദിവസം തക്ഷകന്റെ കടിയേറ്റാണ് താൻ മരിക്കാൻ പോകുന്നത്. അത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യവും പരീക്ഷത്തിന് ലഭിച്ച ഒരു ഭാഗ്യവുമാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അതിനായി അനുഗ്രഹിച്ചത്. നമുക്കില്ലാത്ത ഭാഗ്യമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ നമ്മുടെ പേരറിയാം, വിലാസമറിയാം, നമ്മുടെ അച്ഛനാര്, അമ്മയാര്, നമ്മൾ എന്ന് ജനിച്ചു എന്നതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡേറ്റ് നമുക്ക് കൃത്യമായി അറിയാം. നമുക്ക് ആ സന്ദർഭം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആധികാരികമായ രേഖ നമ്മോടൊപ്പമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അത് നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഒരു ഡേറ്റ് നമ്മുടെ കയ്യിലില്ല, ഡേറ്റ് ഓഫ് ഡെത്ത്. ബർത്ത് നമുക്കറിയാം, ഡെത്ത് നമുക്കറിയില്ല. പരീക്ഷിത് മഹാരാജാവിന് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ സാധിച്ചതുപോലെ ഡേറ്റ് ഓഫ് ഡെത്ത് കൃത്യമായി അറിയാൻ സാധിച്ചു. നമുക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് കൃത്യമായി അറിയാൻ സാധിക്കാത്തതുകൊണ്ട് നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ മകളുടെ കല്യാണം കഴിയട്ടെ, 60 വയസ്സ് തികഞ്ഞിട്ടാകാം, ഷഷ്ടിപൂർത്തിയും കൂടെ കഴിഞ്ഞിട്ടായാലോ 100 തികഞ്ഞതായിരിക്കും നല്ലത്. ഇങ്ങനെയുള്ള വീണ്ടും വീണ്ടും ഈ ഭൗതിക വ്യാപാരത്തിലേക്ക്, വ്യവഹാരത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന മറ്റുള്ള ഒരു മാനസിക സ്ഥിതിയാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ അവിടെയാണ് വേണ്ടത്ര പാകത വന്നിട്ടില്ല എന്നതിൻ്റെ ദൃഷ്ടാന്തം. അതിന് ഭാഗവത ധർമ്മങ്ങൾ നിരന്തരം അറിയുകയും അഭ്യസിക്കുകയും ആവശ്യമാണ്. തിദിക്ഷ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ആശയം അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ആദർശത്തെ നിരന്തരമായ അഭ്യാസത്തിൽ കൂടി നമ്മൾ ശീലിക്കുന്ന പക്ഷം അത് നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രകൃതമായി മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞത്, ജന്മസിദ്ധമായി കിട്ടാത്ത പല നല്ല ഗുണങ്ങളും നല്ല ശീലങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പകർന്നെടുത്ത് അത് കൃത്രിമമായിട്ടാണെങ്കിലും നമ്മൾ ശീലിച്ച് സ്വാഭാവികമായ നമ്മുടെ സംസ്കാരത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ ഭാഗമാക്കി തീർക്കണം. അത് അകൃത്രിമമായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അകൃത്രിമമല്ലാത്ത പ്രകടനം അല്ലെങ്കിൽ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ കൃത്രിമമായ ഒരു പ്രകടനവും പ്രവർത്തന രീതിയും സംഭാഷണ ശൈലിയുമല്ല. അങ്ങനെയൊക്കെയുള്ള കൃത്രിമത്വം നമ്മൾ ശീലിച്ചാൽ എത്ര കാലം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പോൾ ഇവിടെ ആത്മാർത്ഥത, അതായത് സമർപ്പണം വലിയൊരു ഘടകമാണ്. എൻ്റെ ജീവിതത്തിലെ ശാസ്ത്ര പഠനവും എൻ്റെ ആചാര്യ സമൂഹവും നൽകിയ അറിവുകളും അവരുടെ ജീവിതാനുഭവങ്ങളും എന്നെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സാധാരണ ലൗകികരുടെ വ്യവഹാര ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭാഷണ രീതി, ആശയവിനിമയം നടത്തുമ്പോൾ നിലവാരത്തോടു കൂടിയുള്ള സംഭാഷണ ശൈലി, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്ക് പുറപ്പെടുമ്പോൾ, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, അതിന് ആസൂത്രണം നടത്തുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം നാം സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്താൽ ക്രമേണ നമ്മിൽ തിദിക്ഷ എന്ന് പറയുന്ന പ്രബലമായ ഒരു സ്വഭാവം അല്ലെങ്കിൽ ശൈലി രൂപപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് ഇത് സാധകന്മാർക്കും അധ്യാത്മ പഥത്തിൽ മാത്രം സഞ്ചരിക്കുന്നവർക്കും മാത്രമല്ല, സാമാന്യ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഇത് സുപ്രധാനമായ ഒരു അഭ്യാസമാണ്. അതിനാണ് ഇവിടെ മഹർഷിയെയും ചക്രവർത്തിയെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സാധുവും ഇത്തരമൊരു സന്ദർഭത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഒരു ഭരണാധികാരി എപ്രകാരമാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത്, രണ്ടും നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നുണ്ട്. തപസ്സിലും സമാധിയിലും ആത്മാനുഷ്ഠാനത്തിലും മാത്രം ഒഴുകിയിരിക്കുന്നു ശമീക മഹർഷി തൻ്റെ കുടീരത്തിൽ. എല്ലാ ഭൗതിക വ്യാപാരങ്ങളും അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിച്ചോ കൊടുങ്കാട്ടിലൊരു പർണശാല നിർമ്മിച്ച് അതിൽ ആത്മാനുസന്ധാനത്തിൽ മുഴുകി മാത്രമിരിക്കുന്ന ഒരു വര്യനാണ് ശമീകൻ. അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് ശൃംഗി. അപ്പോൾ കൂട്ടുകാരോടൊപ്പം എന്തൊക്കെയോ ചില വസ്തുക്കൾ, ഹോമപദാർത്ഥങ്ങൾ ശേഖരിക്കാൻ മകൻ കാട്ടിനുള്ളിലേക്ക് പോയ സമയത്താണ് ചക്രവർത്തിയുടെ വരവും ഈ സംഭവങ്ങളുടെയൊക്കെ അരങ്ങേറ്റം. നമ്മൾ നോക്കുമ്പോൾ ചക്രവർത്തിയുടെ ആവശ്യം വളരെ ശരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിശപ്പും ദാഹവും കലശലായി വീർപ്പ് മുട്ടിക്കുമ്പോൾ ഇത് തപസ്വിയാണോ അദ്ദേഹത്തിൻ്റെ കുടീരമാണോ എന്നൊന്നും പരിഗണിക്കില്ല. ഇത് ലോകത്ത് ആർക്കും സംഭവിക്കുന്നതാണ്. അവിടെ വിവേകം വികാരത്തിന് അടിമപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നാം കാണുന്നത്. അത് ലോകത്ത് സർവ്വസാധാരണമാണ്.
അതിനു മുമ്പിൽ നിരാശപ്പെട്ടിട്ടോ പകച്ചു നിന്നിട്ടോ കാര്യമില്ല. അപ്പോൾ സാധാരണക്കാരെത്ര ജാഗ്രതയോടെ ഇരിക്കണം. എല്ലാം അറിയുന്ന, എല്ലാ ഭൗതിക സൗകര്യങ്ങളുടെയും ഉന്നതിയിൽ വർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായ പരീക്ഷത്തിനും ഇത്തരമൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായാൽ സാധാരണക്കാരെത്ര ഗൗരവത്തോടും എത്ര ശ്രദ്ധയോടും കൂടി ജീവിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തിദിക്ഷ എന്ന് പറയുന്ന ശ്രേഷ്ഠമായ ബലത്തെ അല്ലെങ്കിൽ അഭ്യാസത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഉപമയിൽ കൂടി. അത് കഴിഞ്ഞോ മഹർഷിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ ശമീകൻ്റെ പുത്രനും അതേ രീതിയിലാണ് പ്രതികരിച്ചത്. ചക്രവർത്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളാണ് മുഖ്യം. തന്നെ സ്വീകരിച്ചില്ല, തൻ്റെ വിശപ്പടക്കാൻ അല്പം ആഹാരം തന്നില്ല, ഒരിറ്റു വെള്ളം തന്ന ദാഹം തീർത്തില്ല, തനിക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നില്ല. പ്രജാപരിപാലനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന താൻ സാഹസപ്പെട്ട് നായാട്ട് നടത്തി കൊടുങ്കാട്ടിൽ താമസിക്കുന്ന ഇവർക്ക് കൂടി സുരക്ഷ ഒരുക്കുമ്പോൾ തൻ്റെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും മിതമായിട്ടാണെങ്കിലും പരിഗണിക്കേണ്ടേ. കൊട്ടാര സൗഭാഗ്യങ്ങളോ കൊട്ടാരത്തിലെ പരിചരണ മുറകളോ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സ് ആവശ്യപ്പെടുന്ന, ശരീരം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളെ അദ്ദേഹം ചിന്തിച്ചുള്ളൂ. അല്പം ദാഹം മാറ്റാൻ അല്പം ജലം, ക്ഷീണം മാറ്റാൻ കുറച്ച് സ്ഥലം, വിശപ്പ് മാറ്റാൻ അല്പം ആഹാരം. ഇത് ഏതൊരു മനുഷ്യൻ്റെയും പ്രാഥമികമായ ആവശ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പ്രാഥമികമായ ആവശ്യം നിറവേറ്റാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ പ്രതിഷേധം അല്ലെങ്കിൽ പ്രകോപനം ഇത്തരത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചു. അല്പം ശാന്തത മനസ്സിനുണ്ടായി മടങ്ങിപ്പോയി. കൊട്ടാരത്തിൽ പോയിരുന്നപ്പോഴാണ് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. കൂട്ടുകാരോടൊപ്പം കാട്ടിൽ നായാട്ടിന് പോയതും, ഇടയ്ക്ക് വെച്ച് ഒറ്റപ്പെട്ടതും, വഴിയറിയാതെ കൊടുങ്കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് താൻ ഒരു പർണശാലയിൽ ആശ്വാസത്തോടെ എത്തിച്ചേർന്നതും, തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തുനിന്നതും, ഒടുവിൽ ആരും വരാത്തപ്പോൾ അകത്തേക്ക് കടന്ന താൻ കണ്ടുമുട്ടിയ മഹർഷിയുടെ കഴുത്തിൽ പ്രകോപനത്തിന് വിധേയനായി ഒരു പെരുമ്പാമ്പിനെ ചത്ത പാമ്പിനെ മാലയായി അണിച്ച് മടങ്ങി വന്നതുമൊക്കെ അദ്ദേഹം ഓരോന്നോരോന്നായി ഓർത്തെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൽ വിവേകത്തിൻ്റെ സ്ഫുരണമുണ്ടായത്. താൻ ചെയ്തതൊരു മഹാപരാധമാണ്. ഒരിക്കലും തന്നെപ്പോലുള്ള ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം ഒരു പെരുമാറ്റം. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഗർഭത്തിൽ താമസിക്കുമ്പോൾ തന്നെ അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും മഹാവിഷ്ണുവിൻ്റെ സംരക്ഷണത്തിനും അവസരമുണ്ടായവൻ. ആയുഷ്കാലം മുഴുവൻ ഭഗവാൻ പരീക്ഷത്തിനെ സംരക്ഷിക്കണമെന്നതായിരുന്നു ഉത്തരയുടെ പ്രാർത്ഥന. അല്പകാലത്തേക്കല്ല, അദ്ദേഹം എത്ര കാലം തൻ്റെ കുഞ്ഞ് ഈ ലോകത്ത് കഴിയുന്നുണ്ടോ അത്രയും കാലം പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നതായിരുന്നു അമ്മയുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് വിദ്യാസമ്പന്നനായി വളരെ ചെറുപ്പത്തിൽ 36-ാമത്തെ വയസ്സിൽ പരമാധികാരിയായി പരമോന്നത പദവിയിലെത്തി ചക്രവർത്തിയായി തീർന്നു. ഇങ്ങനെ എല്ലാ ശ്രേഷ്ഠതകളും മേന്മകളും അറിവും തികഞ്ഞ താൻ ഒരു തപസ്വിയുടെ വാസസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കടന്ന് അദ്ദേഹത്തെ ഇപ്രകാരം ആക്ഷേപിച്ചത് എന്തിൻ്റെ പേരിലായാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഒരുപക്ഷെ വികാരത്തിൻ്റെ പേരിലോ നിർബന്ധത്തിൻ്റെ പേരിലോ അങ്ങനെ സംഭവിച്ചുവെങ്കിലും അതൊരിക്കലും തീർച്ചയായും ന്യായയുക്തമല്ല. അത് അദ്ദേഹത്തിൻ്റെ ധർമ്മചിന്തയെ അംഗീകരിച്ചു. അപ്പോൾ ഇതായിരിക്കണം നമുക്ക് ലോകത്തുണ്ടായിരിക്കേണ്ട ഒരു മാതൃക. നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താം. അതിലെ പോരായ്മകളോ അല്ലെങ്കിൽ തകരാറുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സ്വയം അത് മനസ്സിലാക്കാം, അവനവനോട് തന്നെ സമ്മതിക്കാം. അവിടെയാണ് നമ്മുടെ വിജയമുണ്ടാകുന്നത്. തൻ്റെ തെറ്റുകൾ, പ്രവർത്തന പന്ഥാവിലുണ്ടാകുന്ന പാകപ്പിഴവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ സ്വയം നിയന്ത്രിക്കാൻ അഭ്യസിക്കുന്ന ഒരു സാധനാ രീതിയാണ് ഏറ്റവും സുഗമമായിരിക്കുന്നത്. ലോകത്ത് വ്യവഹരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അപാകതകളോ പോരായ്മകളോ കുറവുകളോ തകർച്ചകളോ പരാജയങ്ങളോ ഒക്കെ സംഭവിക്കാം. എപ്പോഴും എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചിലതൊക്കെ പാളിപ്പോയേക്കാം. അതിൽ നിരാശയ്ക്ക് വകയില്ല. അപ്പോൾ അത്തരം പ്രയാസങ്ങളെയും അത്തരം പോരായ്മകളെയും ഒക്കെ മനസ്സിലാക്കി അതിനെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ പറ്റിയ നിലയിലേക്ക് നമ്മുടെ മനസ്സ് പ്രബലമാകേണ്ടതുണ്ട്. അവിടെയാണ് വിവേകത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ അനുഭവങ്ങൾ വീണ്ടും അതായത് തുടരെ ഉണ്ടാകണമെന്നില്ല. ഒരേ അനുഭവങ്ങൾ തന്നെ തുടർച്ചയായിട്ട് ആർക്കും ഉണ്ടാകാറില്ല, അപൂർവമായിട്ടുണ്ടാകാം. അപ്പം ഒരേ അനുഭവങ്ങളുടെ തുടർച്ചയായ ആവിഷ്കരണമല്ല ജീവിതം. വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ സന്ദർഭങ്ങളും ഇടകലർന്ന് ഉള്ള തുടർച്ചയായ ഒരു പ്രക്രിയയായിട്ടാണ് ജീവിതത്തെ നാം കാണേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മറ്റൊരവസരത്തിൽ ഇതുപോലൊരു അവസരം ഉണ്ടായാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കാമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചാൽ ഒരിക്കലും അത്തരം അവസരങ്ങൾ, അത്തരം സന്ദർഭങ്ങൾ ലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ഒരു നിയമവും നിർബന്ധവുമില്ല. എന്നാൽ അത്തരം മാനസികാവസ്ഥകൾ സൃഷ്ടിക്കുന്ന സന്ദർഭങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വീണ്ടും ഉണ്ടായേക്കാം. പറയണത് മനസ്സിലാണ്ടോന്നറിയില്ല. അത്തരം മാനസിക അവസ്ഥകൾ സൃഷ്ടിക്കുന്ന പല രൂപത്തിലുള്ള സന്ദർഭങ്ങൾ സംജാതമായേക്കാം. ആ ഘട്ടത്തിൽ മനസ്സ് സമസ്ഥിതിയിൽ നിലനിർത്താനുള്ള അഭ്യാസത്തെയാണ് ഇവിടെ തിതിക്ഷ എന്ന് പറയുന്നത്.
അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. പരീക്ഷിത്ത് അത് സ്വയം ബോധ്യപ്പെട്ടു. താൻ മഹർഷിയുടെ കുടീരത്തിലേക്ക് അതിക്രമിച്ച് കടന്നത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ തപസ്സിനെ ആദരിക്കുന്നതിന് പകരം അനാദരവ് പ്രകടിപ്പിച്ചതും തെറ്റാണ്. അപ്പോൾ തൻ്റെ ഭാഗത്തുണ്ടായ തകരാറിനെ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അംഗീകരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. അത് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയായി. അവിടെ മുതലാണ് നാം കണക്കാക്കേണ്ടത്. അതല്ലാതെ സ്വയം സമ്മതിക്കാതിരുന്നു എങ്കിൽ, അദ്ദേഹം അത് അംഗീകരിക്കാതിരുന്നു എങ്കിൽ, ഒരു പക്ഷേ ശുഖമുഖത്ത് നിന്ന് ശ്രീമദ് ഭാഗവത തത്വങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകില്ല. ഇത് മാനവരാശിക്കുള്ള പാഠമാണ്. അഹങ്കാരവും അഭിമാനവും വേണ്ട, ദുരഭിമാനവും സ്വാർത്ഥതയും അടക്കമുള്ള ഭൗതിക ചിന്തകൾ മാത്രം മനസ്സിനെ ഭരിക്കുകയും പ്രകൃതിയാലുള്ള ഗുണവിശേഷങ്ങളിൽ രജസ്തമോ ഗുണങ്ങൾ മാത്രം ശക്തി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എത്രയധികം തത്വകഥനങ്ങളും എത്രയധികം സജ്ജന സമ്പർക്കങ്ങളും ഫലപ്രദമാകാതെ പോകുന്നതിൻ്റെ കാരണം ഇവിടെയാണ് നാം കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും നാം സ്വീകരിച്ചാൽ, പരീക്ഷത്തിനെ നമ്മൾ ഒരു സാധാരണ പൗരനിൽ കണക്കാക്കിയാൽ, അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിലുള്ള സുപ്രധാനമായ ഘടകം ഈ ഒരു തിരിച്ചറിവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ അസ്വാഭാവികമായ സന്ദർഭത്തെ അദ്ദേഹം അംഗീകരിച്ചതുമാണ്. അംഗീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് വഴി തുറന്നു കിട്ടി. മുന്നോട്ടെങ്ങനെയുള്ള ശിഷ്ടകാലം മുന്നോട്ടെങ്ങനെയാണ് നയിക്കേണ്ടത്. അപ്പതാ വന്നു 7ാമത്തെ ദിവസം മരണം സംഭവിക്കുമെന്നുള്ള അറിയിപ്പ്. 7ാം ദിവസം മരണം സംഭവിക്കും. അത് പരീക്ഷത്തിൻ്റെ കടിയേറ്റാണെന്നുള്ള മുന്നറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇത് രണ്ടും കൂടിയായപ്പോൾ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവശേഷിക്കുന്ന കാലം, ആയുസ്സിൻ്റെ അവസാന ഭാഗം എപ്രകാരമാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടെന്നൊരു ആലോചന അദ്ദേഹത്തിൽ ശക്തി പ്രാപിച്ചപ്പോൾ ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിന് അപ്രസക്തങ്ങളായി. അധികാരം, പദവി, സൗഭാഗ്യങ്ങൾ, ബന്ധങ്ങൾ, തൻ്റെ നേട്ടങ്ങൾ, ഇതെല്ലാം ഈ ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ അപ്രസക്തങ്ങളായി. അതായത് അങ്ങനെയാണ് അദ്ദേഹം അത് മുഴുവൻ ത്യജിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ മനസാന്നിധ്യം നേടിയെടുത്തത്. ഇതിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. ഇനി തച്ഛൃണ്വൻ വിപഠൻ വിചാരണ പരോ ഭക്തിയാ വിമുച്യേതു നരഃ. അപ്പോൾ വൈരാഗ്യമുണ്ടാകണം, പരമമായ ഭക്തി ഉണ്ടാകണം, ശ്രേഷ്ഠമായ ജ്ഞാനം നിരന്തരമായി നാം നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തകളിൽ ഇടകലർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇതിനെയാണ് വൈരാഗ്യത്തിൻ്റെ പരമകാഷ്ഠ എന്ന് പറയുന്നത്. തങ്ങളുടെ സ്വയം തിരിച്ചറിവുണ്ടായാൽ സ്വയം അതിനെ അംഗീകരിക്കാൻ സന്നദ്ധരായ ആരിലും, പരീക്ഷിത്തെന്നല്ല ആരിലും ഉണ്ടാകുന്നതാണ് ഈ ഒരു സ്വഭാവവിശേഷം. പക്ഷെ അതിന് തയ്യാറാകാൻ പലപ്പോഴും നമ്മുടെ മനസ്സ്, നേരത്തെ പറഞ്ഞ നമ്മുടെ പൂർവ്വജന്മാർജിതമായ പരമ്പരാഗതമായി സിദ്ധിച്ച ഈ ജന്മത്തിൽ ആദ്യം നമ്മൾ ആർജിച്ച് സ്ഥിരപ്പെടുത്തിയ നമ്മുടെ വ്യക്തിത്വത്തിലെ അല്ലെങ്കിൽ സ്വഭാവത്തിലെ സംസ്കാരത്തിലെ ഘടകങ്ങൾ അതിന് നമ്മെ അനുവദിക്കുന്നില്ല എന്നതാണ് സുപ്രധാനമായ യാഥാർത്ഥ്യം. ആ ഒരു കടമ്പ കടക്കാനാണ് ഭാഗവത ധർമ്മങ്ങളെ നിരന്തരം കേൾക്കുകയും അനുസന്ധാനം ചെയ്യുകയും ആചരിക്കുകയും ചെയ്യണമെന്നൊരു വ്യവസ്ഥ ഭാഗവതത്തിൽ കൂടി വേദവ്യാസ മഹർഷി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തിയത് അഥവാ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ പരീക്ഷിത മഹാരാജാവിന് അത്തരം തീവ്രമായ ഒരു നിലപാട് ആ സമയത്ത് സ്വീകരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മാർജിതമായ പുണ്യം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും അദ്ദേഹം വേണ്ട വിധത്തിൽ ലോകത്ത് ജീവിച്ചത് കൊണ്ടുമൊക്കെയാണ്. അല്ലാതെ വരില്ല, അല്ലാതെ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലോകജീവിത വ്യവഹാരത്തിൽ ധർമാനുസൃതം ഇടപെടുകയും തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ തൻ്റെ സ്ഥിതി, തൻ്റെ ഉദ്ദേശം, പ്രകൃതിക്ക് തന്നെ കൊണ്ടുള്ള ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു പിൻകാഴ്ചയായി പരീക്ഷത്തിൻ്റെ ഈ ഒരു അവസ്ഥാവിശേഷത്തെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അദ്ദേഹം കൊട്ടാരം വിട്ടു ഗംഗാതീരത്തെത്തി അതികഠിനമായ പ്രായോപവേശവ്രതം സ്വീകരിച്ചു. ആ സ്ഥാനത്തേക്ക് അവിചാരിതമായി, അപ്രതീക്ഷിതമായി 16 വയസ്സുള്ള ഭാഗവതോത്തമൻ ശുഗബ്രഹ്മർഷി ആകസ്മികമായി വരികയാണ് ഉണ്ടായത്. അപ്പോൾ ശുഗബ്രഹ്മർഷിയുടെ എല്ലാ വാക്കുകളും അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളും അതിൽ കൂടി കടന്നു പോകാനുള്ള എല്ലാ നിലകളും പരീക്ഷത്തിന് സ്വായത്തമായത് ഈ ഒരു സ്ഥിതി, നേരത്തെ ഈ ഒരു തിദിക്ഷയിൽ കൂടി അദ്ദേഹം കൈവരിച്ച ഈ ഉന്നതമായ മനോനിലയോ ഉൾതലമോ ആണ്. അത് നിരന്തരമായ ഈ ഭാഗവത തത്വശ്രവണമോ ഭാഗവത പാരായണമോ ഭാഗവത ഉപാസനയോ നമ്മിൽ ആന്തരികമായ ഒരു പുനഃക്രമീകരണം നടത്താൻ വഴിയൊരുക്കുന്നില്ല എങ്കിൽ ഇത് വെള്ളത്തിന് മുകളിൽ വരച്ച വര പോലെയായിരിക്കും എന്നേ പറയാനുള്ളൂ. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചതുപോലെ നമുക്കും അത്ഭുതാവഹമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു വഴിയുമില്ല. പരീക്ഷിതത്തിന് സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ടാണ്. ഇതുപോലെ നമുക്കും നാളെ അപ്രതീക്ഷിതമായി മോക്ഷം കിട്ടാൻ വഴിയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ അത് നടക്കാൻ പോണില്ല.
അപ്പോൾ ഇത്തരം ഉപമകളിൽ കൂടി എങ്ങനെയാണ് ലോകത്ത് ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി കഴിയേണ്ടത്, നിരന്തരമായി നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാര പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ സംഭവ വികാസങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അരങ്ങേറുമ്പോൾ അവയോടുള്ള സമീപനം എപ്രകാരമായിരിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് ക്രമീകരിക്കാൻ നമ്മെ തയ്യാറാക്കുന്നതാണ് ഭാഗവതത്തിലെ ഈ ഒരു സന്ദർഭത്തിൻ്റെ ആവശ്യകത എന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ആത്മാംശം അല്ലെങ്കിൽ താത്വികമായ നില പരിശോധിക്കുമ്പോൾ പരീക്ഷിത് മഹാരാജാവും ശൃംഗിയും അതുപോലെ ശമീക മഹർഷിയും തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒത്തുചേരൽ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വലിയൊരു ശാസ്ത്രതത്വമാണ്. ഇവിടെ ശമീകൻ എന്ന് പറയുന്നത് ഒരു പ്രതിരൂപമാണ്, ഒരു ബിംബം മാത്രമാണ്. നമ്മിൽ എല്ലാവരിലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്മയായിട്ടുള്ള വസ്തുവിശേഷത്തെ, സത്താ സാന്നിധ്യത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പം ബ്രഹ്മാകാര വൃത്തിയുടെ പ്രതിരൂപമാണ് ശമീകൻ. നോക്കൂ, ചുറ്റുപാടും നടക്കുന്നതിൽ ഒന്നും ശ്രദ്ധയില്ലാതെ തൻ്റെ സ്വരൂപത്തിൽ മാത്രം ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആണ് ശമീകൻ എന്ന് പറയുന്ന കഥാപാത്രം. അവിടേക്ക് ശരീരാഭിമാനിയായ ദേഹത്തിൻ്റെ വികാരങ്ങളെ മാത്രം മാനിക്കുന്ന ജീവൻ്റെ ഒരു ആകസ്മികമായ വന്നുചേരൽ അവിടെ നമുക്ക് കാണാം. ആ ശരീരാഭിമാന ബുദ്ധി ആത്മസാന്നിധ്യം അല്ലെങ്കിൽ ഈ ബ്രഹ്മാകാര വൃത്തിയിൽ ആരോപിച്ചു. അതായത് ചത്തപാമ്പിനെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിയിച്ചു എന്ന് പറയുന്നത് നമ്മളെ ബ്രഹ്മാകാര വൃത്തിയിൽ അജ്ഞാനിയായ ജീവൻ ശരീരാഭിമാനം ആരോപിച്ചു എന്നതിൻ്റെ ഒരു നിദർശനമാണ്. ഫലം എന്തുണ്ടായി? 7ാമത്തെ ദിവസം മരണം സംഭവിക്കുമെന്നുള്ളൊരു ശാപം. അപ്പം മരണം സംഭവിക്കണത് അല്ലെങ്കിൽ അന്ത്യം സംഭവിക്കണത് ശരീരത്തിനാണെന്നും അനശ്വരനായ ആത്മാവിനിതൊന്നും ബാധകമല്ല എന്ന തിരിച്ചറിവുമാണ് അവിടെ മുക്തിക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് കാരണമായിട്ടുള്ളത്. അത് തിരിച്ചറിയാൻ പിന്നീട് അദ്ദേഹം ജീവൻ പരീക്ഷിത്ത് അതിന് ശ്രമിക്കുകയുണ്ടായി. ആ തിരിച്ചറിവിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ വേണ്ട ചിന്താധാരകളും പൂർവ്വകഥകളും ഉപദേശങ്ങളും ഉപമകളും ഒക്കെ ശുഗബ്രഹ്മർഷി, വേദവ്യാസപുത്രൻ ശുഗബ്രഹ്മർഷി വളരെ ഭംഗിയായി ചിത്രീകരിച്ചതും അവതരിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് കാരണമായി ഭവിക്കുകയുണ്ടായി. ഇതുപോലെ പരീക്ഷത്തിൻ്റെ പ്രതിനിധികളോ പ്രതിരൂപങ്ങളോ ഒക്കെയാണ് നാം എല്ലാവരും. എന്തെല്ലാം സന്ദർഭങ്ങളും അനുഭവങ്ങളാണ് ജീവിതത്തിൽ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു അധ്യാത്മ നിരീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പെരുമാറാൻ പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നശ്വരമായ നേട്ടങ്ങളോ ലാഭങ്ങളോ ഉണ്ടാകുമ്പോൾ അതിൽ തൃപ്തി അടയുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി വീണ്ടും ശ്രമിക്കുകയും ചെയ്ത് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പലപ്പോഴും കാണുന്നത്. അവിടെ ഉണ്ടാകുന്ന ദയനീയതകൾ പരസ്പരം പങ്കുവച്ചും അതിന് തുച്ഛമായ പരിഹാരം അന്വേഷിച്ചും ഓടുന്ന മനുഷ്യരാശിയോട് വേദവ്യാസ മഹർഷി ഉറച്ച ഭാഷയിൽ ഉറക്കെ സംസാരിക്കണു. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഈ നെട്ടോട്ടം അവസാനിപ്പിക്കണം, ഈ അലച്ചിൽ അവസാനിപ്പിക്കണം, സ്വസ്ഥമായിരിക്കണം, അവനവനെക്കുറിച്ച് ചിന്തിക്കണം, അതിനുവേണ്ടി നാം തയ്യാറെടുക്കണം. അതിനുവേണ്ട ബാഹ്യ പരിതസ്ഥിതികൾ മാത്രമല്ല ആന്തരിക നിലയും അതിനൊത്തവണ്ണം ക്രമീകരിക്കണം. അതിന് അഭ്യസിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസരമാണ് ഈ ഭൂമിയിൽ മനുഷ്യജന്മം. ദുർലഭം ത്രയം ഏവൈ തദ്ദൈവാനുഗ്രഹൈതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ എന്ന ശങ്കര ഭഗവത്പാദരുടെ ആപ്തവാക്യത്തെ ഇവിടെ സ്വീകരിക്കുമ്പോൾ ഏറ്റവും ദുർലഭമായ മനുഷ്യജീവിതം നമുക്ക് ലഭിച്ചു. രണ്ടാമത്, ഈ ലോകത്തിലെ വ്യവഹാര വിഷയങ്ങളുടെയും അതിൻ്റെ പരിമിതിയുടെയും പാരമ്യതയും കുറിച്ച് നാം ധരിക്കുകയുണ്ടായി. പലരുടെയും സംഭാഷണത്തിൽ നിന്ന്, പല ഗ്രന്ഥങ്ങളിൽ നിന്ന്, പലരുടെയും ജീവിതാനുഭവങ്ങളെ നിരീക്ഷിച്ചതിൽ നിന്ന് ഇതിന് എത്രത്തോളം വളരാം, എത്രത്തോളം തളരാം, എത്രത്തോളം താഴാം എന്നതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ലോകത്തോട് അല്പാൽപ്പം ഒരു അകൽച്ച തോന്നിത്തുടങ്ങി. അത് ഉത്തരോത്തരം വർദ്ധിപ്പിച്ച് ഇനി എന്താ വേണ്ടത്? ഇതിൽ നിന്നൊക്കെ ആത്യന്തികമായ ഒരു മുക്തി, ആത്യന്തികമായ ഒരു വിരാമം ആവശ്യമാണ്. അതിനെന്താണ് വഴി എന്ന് ആലോചിക്കുന്നവർക്കാണ് ആചാര്യവൃന്ദവും ശാസ്ത്രങ്ങളും സഹായമായി വരുന്നത്. അപ്പോൾ ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമദ് ഭാഗവതം രചിച്ച മഹർഷിയുടെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആഹ്വാനങ്ങളും ഇന്നും പ്രസക്തമാണ്, എക്കാലവും പ്രസക്തമാണ്. മനുഷ്യരാശി എത്ര കാലം ഭൂമുഖത്തുണ്ടോ അത്രയും കാലം നാം അഭിമുഖീകരിക്കേണ്ട ലോക പ്രതിസന്ധികളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉദാഹരണ സഹിതം ചിത്രീകരിച്ചുകൊണ്ട് അവയ്ക്കുള്ള പ്രതിവിധി ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് എന്നേ എഴുതി വെച്ചതാണ് ശ്രീമദ് ഭാഗവതത്തിൽ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഇത് നമ്മൾ കേട്ട് മനസ്സിലാക്കി വായിച്ചു പഠിച്ചു ചിന്തിച്ചുറപ്പിച്ചു എങ്കിലും ജീവിതം മറ്റൊരു രീതിയിലാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. നമ്മൾ നിരന്തരം ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി, ശരി, മറ്റുള്ളവർ നിരന്തരം പറയുന്നതിൽ നിന്ന് നമ്മളതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടു. ഇത് രണ്ടും ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്നതും ആ സംഭവങ്ങളോടുള്ള നമ്മുടെ സമീപനവും രണ്ടും പരസ്പര വിരുദ്ധമായി പോകുന്നു പലപ്പോഴും. എന്താ ഇങ്ങനെ വരാൻ കാരണം? അത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ആരംഭിച്ചത്, നമ്മൾ പരിശ്രമിച്ചത് അല്പകാലം മുമ്പാണ്.
അതിനു മുമ്പ് തന്നെ നാം രൂപപ്പെട്ടു കഴിഞ്ഞു. മാതൃഗർഭത്തിൽ കഴിയുമ്പോഴും അതിനുശേഷമുള്ള ഈ ഭൂജീവിതത്തിലെ ആദ്യഘട്ടത്തിലുമൊക്കെ നാം നമ്മുടെ ചിന്തകളെയോ നമ്മുടെ പാരമ്പര്യ ഗുണങ്ങളെയോ ശീലങ്ങളെയോ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നയിച്ചിട്ടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, കുറേ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ തിരിച്ചറിവും വിലയിരുത്തലും ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ സുസ്ഥിരമായ വൈരാഗ്യബോധത്തോടും ഭക്തി പാരമ്യതയോടും ജ്ഞാനനിഷ്ഠയോടും കൂടി ജീവിക്കാൻ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അങ്ങനെ തയ്യാറെടുത്തു എങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. അതിന് സ്വയം സമ്മതിക്കുക. അവനവൻ നോക്കൂ, നമുക്ക് ഓരോരുത്തർക്കും നാം ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരു പുസ്തകവും പഠിക്കേണ്ട കാര്യമില്ല. ആരും നമ്മെ അത് വെളിപ്പെടുത്തി തരേണ്ട ആവശ്യവും വരണില്ല. നാം ആരാണ്, നാം എന്താണ്, നാം എവിടെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് സ്വയം സമ്മതിക്കുക. അതിലെ പോരായ്മകളും കുറവുകളും സ്വയം മനസ്സിലാക്കി അതിനെ പരിഹരിച്ച് മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളും സംഗമങ്ങളും നമ്മുടെ ജീവിതത്തിന് പോഷണമാകുന്നത്, അർത്ഥവത്താകുന്നത്. ഇതൊരു പ്രക്രിയയാണ്. അനവധി ജന്മങ്ങളാൽ ആർജിച്ച കർമ്മവാസനകൾ നമ്മൾ നിക്ഷിപ്തമായിരിക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്വരജസ്തമോണങ്ങളുടെ ചേർച്ചയാലുണ്ടായ ഒരു മനസ്സിൻ്റെ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കെ അവയെ പൂർണ്ണമായി നിഷേധിച്ചോ തള്ളിക്കളഞ്ഞോ കൊണ്ട് നമുക്കെങ്ങനെ മുന്നേറാൻ സാധിക്കും? അവയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിലെ പോരായ്മകളോ പാകപ്പിഴവുകളോ മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തോടും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായും അവയെ മിതമായി അംഗീകരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു അഭ്യാസമാണ് നമുക്ക് ആവശ്യം. അതാണ് അധ്യാത്മജീവിതം വിഭാവനം ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ ഒരു പരിധിവരെ അധ്യാപകരോ നമ്മുടെ സുഹൃത്തുക്കളോ ഈ ആശയം നമ്മോട് പങ്കുവയ്ക്കാൻ സാധ്യതയില്ല. എന്നാൽ ആ സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഭാഗവതം മുന്നേറുന്നത്. ഇത്തരം സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. പ്രഹ്ലാദനെ പോലെ അല്ലെങ്കിൽ ധ്രുവ രാജകുമാരനെ പോലെ നമ്മുടെ ഏറ്റവും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വയോവൃദ്ധനായ 10 മക്കൾക്ക് ജന്മം നൽകിയ ഏറ്റവും വാർദ്ധക്യാവസ്ഥയിൽ ഏതാണ്ട് 84 വയസ്സോളം ശരീരത്തിന് പ്രായമായ ഷഷ്ഠസ്കന്ധത്തിലെ അജാമിളനെ പോലെ ഒക്കെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകാം. അപ്പോൾ ഏത് പ്രായത്തിലാണ്, ഏത് അവസരത്തിലാണ്, എപ്പോഴാണ് ഈ ഒരു മാർഗം നമുക്ക് അനുകൂലമായി വരിക എന്നത് മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല. എങ്കിലും അത് കൂടിയേ പറ്റൂ. അതിനുവേണ്ടി ആ കാലം വരുന്നത് വരെ കാത്തിരിക്കാതെ, കാരണം ഈ ഉപമകളിലുള്ള വ്യക്തികളെ പോലെയാണ് നമ്മളെന്ന് ധരിക്കാതെ ആ ഉദാഹരണങ്ങൾ നമുക്ക് നൽകുന്ന ആശയങ്ങളോ സന്ദേശങ്ങളോ ചിന്തകളോ പകർന്നെടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രയോഗിച്ച് മുന്നേറിയാൽ തീർച്ചയായിട്ടും ഭാഗവത ധർമ്മങ്ങളുടെ ഒരു ആവിഷ്കരണവും അതിൻ്റെതായ വിജയസാധ്യതകൾ നമ്മിൽ തന്നെ സൃഷ്ടിക്കപ്പെടും. ഈ ഒരു പ്രക്രിയയിലേക്ക് നമ്മെ ഇഴചേർക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ നിരന്തരമായ ഉപാസനയും ഭാഗവത ശ്ലോകങ്ങളുടെ നിരന്തരമായ ചിന്തകളും അതിൽ നൽകുന്ന ആശയങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ആർജവും നാം കൈവരിക്കേണ്ടത്. അതിൽ പ്രായഭേദം പറയണില്ല. ശുഖബ്രഹ്മർഷിയും പരീക്ഷിത്ത് മഹാരാജാവും ശമീകനും ശൃംഗിയും പ്രഹ്ലാദനും ധ്രുവനും ധ്രുവരാജകുമാരനും ഒക്കെ ഉദ്ധവനും ബുദ്ധിമാനായ ഉദ്ധവനുമൊക്കെ അത് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നുണ്ട്, വെളിപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ജീവിതത്തിലെ ഓരോ വ്യവഹാര മേഖലകളിലും പ്രവർത്തിക്കുന്ന നമുക്ക് ശ്രീമദ് ഭാഗവത സന്ദേശങ്ങളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും കാതലായതും നമുക്ക് യോജിച്ചതും തിരഞ്ഞെടുത്ത് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിയിണക്കി പരീക്ഷിത്ത് മഹാരാജാവ് വിജയം കൈവരിച്ചതുപോലെ ഒരു പരമാവസ്ഥയിൽ എത്തിച്ചേരാൻ ജഗദീശ്വരൻ്റെ കൃപയും ഗുരുപരമ്പരയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ഈ ചുമതല നിർവഹണത്തിനിടയിൽ എന്തെങ്കിലും അപക്വമായ ആശയങ്ങളോ ചിന്തകളോ വാക്കുകളോ ഉണ്ടായെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പ്രയോജനപ്രദമായ ആശയങ്ങൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ അവകാശവും ചുമതലയും എൻ്റെ ഗുരുപരമ്പരയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നരഃ കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണഃ യോഗീന്ദ്രായ തഥാത്മനാദ ഭഗവദ്രാതായ കാരുണ്യതഃ തത്ശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.